السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒന്നരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്ലാഹു അവൻ്റെ ദീനിൻ്റെ ഖാദിമീകളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഷിഇസം അതിജീവനത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആൾമാറാട്ടങ്ങളാണെന്ന് സംസാരിക്കാനുള്ളത്. അത് സൂഫി സരണിയുടെ ഉള്ളിലൂടെയായും തരീഖത്ത് വഴിയായും ചില രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെയൊക്കെ മുൻനിർത്തി ബിദ്അത്തുകാരുടെ നേതൃത്വത്തിലുള്ള ചില ശ്രമങ്ങളായൊക്കെ കേരളത്തിൽ ഷിയായിസം മെല്ലെ മെല്ലെ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ വ്യാപകമാക്കിയ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു വിഷയം സംസാരിക്കുന്നത്. ചില പണ്ഡിത വേഷധാരികൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും മറ്റും തെറി അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. അവർ ചില ത്വരീഖത്തുകാരാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നിട്ട് സഹാബികളിൽപ്പെടുന്ന പലരെയും തെറി പറയുക, അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വിവിധങ്ങളായ അനർത്ഥങ്ങൾ കടത്തിക്കൂട്ടിയെന്ന് ദുരാരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഇതൊക്കെ ഷിഈസത്തിൻ്റെ അതിജീവനത്തിനുള്ള കുതന്ത്രങ്ങളാണ്. നമുക്ക് ഷിഈസത്തെക്കുറിച്ച് ആദ്യം പറയേണ്ടതുണ്ട്. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ കേട്ടതുപോലെ കേരളക്കാർക്ക് ഷിഈസത്തെക്കുറിച്ച് കാര്യമായൊന്നും ശ്രദ്ധിക്കേണ്ടി വരാതിരുന്നത്, കേരളക്കാർ ഇതിന് ആവശ്യമായതൊക്കെ വ്യവസ്ഥാപിതമായി പഠിക്കുന്നവരാണ്. അതിന് സംവിധാനങ്ങളുണ്ട്. സംസ്ഥയും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും വിദ്യാഭ്യാസ ബോർഡും ഒക്കെ അതിനുവേണ്ടി കഠിനമായി യത്നിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിജയത്തിന് ആവശ്യമുള്ളതെല്ലാം വ്യക്തമായി പഠിച്ചവരും പഠിക്കുന്നവരും അതിന് സംവിധാനമുള്ളവരുമാണ് കേരളക്കാർ. പിന്നെ എന്തുകൊണ്ട് വ്യാപകമായ രീതിയിൽ നമ്മൾ ഷിഈസം കൈകാര്യം ചെയ്യേണ്ടതായി വരാതിരുന്നത്? നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായ രീതിയിൽ ഷിഈസത്തിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ ഇടപെടുകയും അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യുകയും അങ്ങനെ ഷിഈസം കേരളത്തിൽ കേട്ടുകേൾവിയാകുകയും ചെയ്തതുകൊണ്ട് മാത്രം. ഈ മുഹറം 9, 10 ആയിട്ട് ബന്ധപ്പെട്ട് ഹൈദരാബാദിലും മുംബൈയിലുമൊക്കെ ഷിയാക്കൾ ഉള്ളയിടങ്ങളിലൊക്കെ കാണുന്ന മാരകമായ വൃത്തികേടുകൾ നമ്മുടെ കേരളക്കാർക്ക് കേട്ടുകേൾവി മാത്രമാണ്. ചെറിയ ചങ്ങലകളിൽ നല്ല കട്ടിയും ശക്തിയും മൂർച്ചയുമുള്ള ബ്ലേഡുകൾ ബന്ധിച്ച് ചെറിയ ചെറിയ കത്തികൾ കെട്ടിത്തൂക്കി അവ മൊത്തം കയ്യിലെടുത്ത് മിന്നി ശരീരമാസകലം വെട്ടിപ്പൊളിക്കുന്നതൊക്കെ നമുക്ക് കേട്ടുകേൾവിയാണ്. അതിന് തന്നെ ആശുപത്രി ബുക്ക് ചെയ്തിട്ടുണ്ടാവും അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ സഹിച്ചത് ഞങ്ങളും സഹിക്കണം എന്നൊക്കെയുള്ള മതവിരുദ്ധമായ സമീപനത്തിൻ്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാമിന് അതിന് കൃത്യമായ രീതിയുണ്ട്. ഇസ്ലാം സന്തോഷങ്ങളെ നന്ദി ചെയ്ത് ആഘോഷിക്കാൻ പറയുന്നുണ്ട്, വിപത്തുകളിൽ ക്ഷമ കാണിക്കാനും പറയുന്നുണ്ട്. വിപത്തൊരാഘോഷമാക്കി മാറ്റരുതെന്ന് മതത്തിന് പ്രത്യേകം കൽപ്പനയുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാവിയിൽ ഫത്താവയിലൊക്കെ അത് വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12-ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചത് നമ്മൾ സന്തോഷപൂർവ്വം കൈകാര്യം ചെയ്യുന്നത്. അന്ന് തന്നെയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവഫാത്തും. എന്നാൽ ആ വഫാത്തിന് അനുബന്ധമായി റബീഉൽ അവ്വൽ 12-ന് ദുഃഖം പ്രകടിപ്പിച്ച് വസ്ത്രം കീറി നെഞ്ചത്തടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പല വിധത്തിൽ നിരോധിച്ച പൂർവ്വകാല ഇസ്രായേലിലൊക്കെ ഉണ്ടായിരുന്ന ദുഃഖാചരണം അതവരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ടീമുണ്ടായിരുന്നു. ദിവസങ്ങളോളം മാസങ്ങളോളം അവർ ദുഃഖം ആചരിക്കും. പഴയ നിയമ ബൈബിളിൽ 5-ാമത്തെ പുസ്തകം ആവർത്തന പുസ്തകത്തിൻ്റെ 34-ാമത്തെ അധ്യായത്തിൽ മോശസ് മരണപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന് വേണ്ടി 30 ദിവസം ബനു ഇസ്രായേലർ വിലാപം ആചരിച്ചു എന്നാണ്. എന്താ വിലാപം ആചരിക്കൽ? വിലാപം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം പറഞ്ഞ് ഓരോന്ന് ചെയ്ത് ശരീരത്തെ ആക്രമിച്ച് ഡ്രസ്സ് പൊളിച്ച് മുടി പറിച്ച് നെഞ്ചത്തടിച്ച് ഇങ്ങനെ കഴിയുക 30 ദിവസം. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ ശക്തമായി നിരോധിച്ചു.
മരണപ്പെടുന്ന വ്യക്തിക്ക് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ, അയാൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി 40 ദിവസം 30 ദിവസം 50 ദിവസം നിങ്ങൾ വിലാപം ആചരിക്കണം എന്ന് വസിയത്ത് ചെയ്യും. അങ്ങനെയൊക്കെ വല്ല സംഗതി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരലോകത്തിന് തന്നെ അത് സാരമായി ബാധിക്കുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുഃഖം ആചരിക്കുക എന്നതല്ല, ദുഃഖത്തിൽ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ദീനിൻ്റെ രീതി. സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? അത് അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നമ്മൾ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ അനുഗ്രഹത്തിൽ നമ്മൾ സംതൃപ്തരാണെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഫലിദാലിക ഫൽയഫ്റഹൂ എന്ന് ഖുർആൻ പറയുന്നത് സൂറത്ത് യൂനുസിന്റെ 53-ാമത്തെ വാക്യത്തിൽ 56-ാമത്തെ വാക്യത്തിൽ. ഫൽയഫ്റഹൂ, നിങ്ങൾ സന്തോഷിച്ചുകൊണ്ടിരിക്കൂ നിഅമത്തിന്റെ കാര്യത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു എന്നതാണ് ഈ ലോകത്തിന് ലഭ്യമായ ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് സൂറത്തുൽ അംബിയാന്റെ 107-ാമത്തെ വാക്യത്തിൽ അള്ളാഹു തന്നെ പഠിപ്പിച്ച ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമം റബീഉൽ അവ്വൽ 12-ന് സമുചിതമായി റസൂലിൻ്റെ ദർശനങ്ങൾ പരിചയപ്പെടുത്തി, അവിടുത്തെ പാഠങ്ങൾ അനുഷ്ഠിച്ച്, അവിടുത്തെ കുറിച്ച് സമൂഹത്തിന് പഠിപ്പിച്ച്, സന്തോഷം പ്രകടിപ്പിച്ച്, മധുരം വിതരണം ചെയ്ത്, തിങ്കളാഴ്ചകളൊക്കെ ആണെങ്കിൽ പ്രത്യേകമായി നോമ്പെടുത്ത് വിശ്വാസികൾ ആഘോഷിക്കുന്നു. ഇതിന് വിരുദ്ധമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ക്രൂരമായ രീതിയിൽ വധിക്കപ്പെട്ടു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഉൾസാരങ്ങളിലേക്ക് വളരെ വിശാലമായി കടന്നു പോകാൻ നമ്മുടെ ഈ ഒരൊറ്റ മണിക്കൂറുള്ള പ്രഭാഷണത്തിൽ സാധിച്ചെന്ന് വരില്ല. എന്നാലും ചിലത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു ദുഃഖകരമായ കാര്യത്തെ മുൻനിർത്തി സമൂഹത്തിന് മുന്നിൽ ഞങ്ങളാണ് അഹ്ലുബൈത്തിന്റെ സ്നേഹികൾ, ബാക്കിയുള്ളവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അഹ്ലുബൈത്തിൻ്റെയും വിരുദ്ധരാണ്, ഞങ്ങളാണ് ഷിയത്തു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പാർട്ടിക്കാർ, ബാക്കിയുള്ളവരൊക്കെ ഷിയത്തു മുആവിയയാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടിക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഹ്ലുബൈത്തിനോട് ഞങ്ങൾ വല്ലാത്ത ആർദ്രത കാണിക്കുന്നവരാണെന്ന് സമൂഹത്തിൽ വരുത്താൻ വേണ്ടിയും മറ്റും വെട്ടും കുത്തുമായി മുഹറം 10 ആഘോഷിക്കുന്നവരുണ്ട്. നമ്മുടെ കേരളത്തിൽ അത് കേട്ടുകേൾവിയാണ്. ഞാൻ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട്? പണ്ട് ഷിയായിസം രാഷ്ട്രീയ രൂപം പ്രാപിച്ച് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് ബ്രിട്ടീഷുകാരുടെയും മറ്റും നിർലോഭമായ പിന്തുണയോടുകൂടെ കൊണ്ടോട്ടി മേഖലയിൽ ഉദിച്ചു വന്നപ്പോൾ രാഷ്ട്രീയക്കാർ പൊതുവെ മതപ്രവർത്തനത്തിന് പലപ്പോഴും ശത്രുക്കളായി നിൽക്കാറുണ്ട്. ചരിത്രത്തിലും വർത്തമാനത്തിലും നമ്മളത് കാണുന്നുണ്ട്. അന്നും ഖാൻ ബഹദൂർ ആയിരുന്ന അവരുടെ നേതാവ്, അത് കൃത്യമായ രീതിയിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഒരൊറ്റ ക്ലാസ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സ്വാധീന ഫലമായി കൊണ്ടോട്ടി മേഖലയിൽ ഷിയസം വ്യാപിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ ശക്തമായി പൊന്നാനിക്കൈക്കാർ എന്ന പേരിൽ നമ്മുടെ പണ്ഡിതന്മാർ, മഖ്ദൂം പരമ്പരയിലുള്ള പണ്ഡിതന്മാർ ശക്തമായി എതിർത്ത് തോൽപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഷിയസത്തിൻ്റെ വൃത്തികേടുകൾ കേരളത്തിൽ കാണാതെ വരുന്നത്. എന്നാലും സക്ലൈൻ ഫൗണ്ടേഷൻ പോലെയുള്ളത്, ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്, അരീക്കോട് കേന്ദ്രീകരിച്ച് ഖുമൈനിയുടെ ആയത്തുള്ള ഖുമൈനിയുടെ ഇറാൻ വിപ്ലവത്തിൻ്റെ അനുബന്ധമായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട വിദഗ്ധക്കാരുടെ നേതൃത്വത്തിലുള്ള അത്തരം ഫൗണ്ടേഷനുകൾ വഴി ഇറാനിയൻ സാഹിത്യങ്ങൾ കേരളത്തിലേക്ക് മൊഴിമാറ്റി കൊണ്ടുവന്ന് തുടങ്ങിയ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ശ്രമങ്ങൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അത് പല രൂപം പ്രാപിച്ച് സമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഷിയയിസം? വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ആധുനിക ശ്രമങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് സംശയമാണ്. എന്നാലും അത് കുറച്ച് പറയാതെ വയ്യ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങൾക്ക് വിരുദ്ധമായി, ശരിക്കും പറഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആരംഭിച്ച് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തോടു കൂടെ അതിനുശേഷം സംഘടിത രൂപമായി തീർന്ന ഒരു പ്രസ്ഥാനമാണ് ഷിയിസം. പരിശുദ്ധ ഇസ്ലാമിൽ പിൽക്കാലത്തുണ്ടാകുന്ന അവാന്തര വിഭാഗങ്ങളും ഭിന്നതകളും അപ്രതീക്ഷിതമായ സംഭവങ്ങളെയല്ല. അത് അസാദിഖുൽ മസ്ദൂഖ്, സത്യസന്ധമായി വഹയിന്റെ ജിഹയോടുകൂടെ മാത്രം സംസാരിച്ച ജവാമിഉൽ കലിം, സാരസമ്പൂർണമായ വചനസിദ്ധി എനിക്ക് ലഭ്യമായിരിക്കുന്നു എന്ന് കൃത്യമായി പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇസ്ലാമിൽ പിൽക്കാലത്ത് വരുന്ന അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചും ഭിന്നതകളെക്കുറിച്ചും അത്തരം സന്ദർഭങ്ങൾ വിശ്വാസി പാലിക്കേണ്ട നയസമീപനങ്ങളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഘടന പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ, വിദേത്തുകാരോ ഷിയിസം പോലെയുള്ള പ്രസ്ഥാനക്കാരോ രൂപപ്പെടുമ്പോൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയുടെ പ്രമാണമായിട്ടാണ് അത് വരിക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നേ ഇതൊക്കെ പ്രഖ്യാപിച്ചതാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ബനൂ ഇസ്രായേലരെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, 72 വിഭാഗമായിരുന്നു അവർ.
പ്രധാന വിഭാഗങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരിൽ തന്നെയുള്ള ഉൾപ്പിരിവുകളിലേക്ക് പോയാൽ കുറേ വിഭാഗം വേറെ ഉണ്ടാവും. മുസ്ലിങ്ങളെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 73 അങ്ങനെ തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിയാക്കളുടെ ഉപവകുപ്പുകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു കുഴഞ്ഞു മറിഞ്ഞൊരു പ്രശ്നമാണ്. അവർക്കിടയിലുള്ള വ്യത്യാസങ്ങൾ എന്ത് എന്നുള്ളതൊക്കെ സൂക്ഷ്മമായ അന്വേഷണത്തിലും പഠനത്തിലേ ബോധ്യപ്പെടുള്ളൂ. എന്നാലും വിവിധങ്ങളായ ഗ്രൂപ്പുകളും ഗ്രൂപ്പാന്തര ഗ്രൂപ്പുകളും അവരിലൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ചാൽ തന്നെ പൊതുവായി വളരെ മൗലികമായ 73 പ്രസ്ഥാനമായി പരിശുദ്ധ ഇസ്ലാമിന്റെ ആളുകൾ മാറും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചു. അത് ഏകദേശം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഭരണത്തിന്റെ മുന്നേ മുതൽ തന്നെ തുടങ്ങി ഖവാരിജുകളൊക്കെ. പിന്നെ അലിയാരുടെ കാലത്താണ് അവർ ശക്തി പ്രാപിച്ചു വരുന്നത്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധി പ്രസ്താവം നടത്തേണ്ടത് അള്ളാഹു മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രീതിയിൽ വിധി പ്രസ്താവത്തിന് മനുഷ്യരെ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും സംവിധാനത്തെ ഏൽപ്പിച്ചാൽ അത് ശിർക്കാണ്, വിദേഹത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഖവാരിജുകൾ വന്നു. പുതിയ കാലത്ത് മറ്റു ചിലരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. കോടതി താകൂത്താണെന്നും ജനാധിപത്യം താകൂത്താണെന്നും ജനാധിപത്യ മാർഗത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കുചേരുന്നത് ശിർക്കൻ ഭരണകൂടത്തെ സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്നും, അതെല്ലാം അള്ളാഹുവിനെ വിധി നടത്താൻ പാടുള്ളൂ എന്ന ദീനിന്റെ നിയമത്തിന് വിരുദ്ധമാകയാൽ ശിർക്കും ബിദ്അത്തുമാണെന്നും, ജനാധിപത്യ രീതിയിലുള്ള വോട്ട് സംവിധാനത്തിൽ കോടതികളിൽ, നിയമസഭയിൽ, രാജ്യസഭയിൽ, ലോകസഭയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് താകൂത്തി ഭരണത്തിനുള്ള സഹായമായതുകൊണ്ട് ദീനിൽ നിന്ന് പുറത്താകുമെന്നൊക്കെ പ്രഖ്യാപിച്ച് പിന്നീട് അടപടലം മാറി ഇപ്പോ ജാള്യങ്ങളെല്ലാം കൂടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിശുദ്ധ ദീനിന്റെ മേലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ. അവരുടെ പേരുകളും അവരുടെ പുതിയ കാല രീതികളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോ അന്ന് ഖവാരിജുകൾ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിലെ സംഘടിത ഒന്നാമത്തെ വിദഗ്ധക്കാരും ദീനി വിരുദ്ധരുമായ പ്രസ്ഥാനക്കാരുടെ രീതി തന്നെയായിരുന്നു അത്. അവർക്ക് ശേഷം ഏറ്റവും കൂടുതലായി സമൂഹത്തെ സ്വാധീനിച്ച ഒരു വിഭാഗമാണ് ഷിയകൾ. ലോകത്ത് മുസ്ലിം ജനസംഖ്യയിൽ 15% അവർ വരുമെന്നാണ് കണക്ക്. ഇറാൻ, ഇറാഖ്, ജോർദാൻ പോലെയുള്ള മേഖലകളിൽ വ്യാപകമായി അവരുണ്ട്. ഇറാഖിലെ ഭൂരിപക്ഷം ജനങ്ങളും ഷിയാക്കളാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലടക്കം ആഫ്രിക്കൻ നാടുകളിലൊക്കെ അങ്ങിങ് അവർ കാണുന്നുണ്ട്. എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമേൽ പ്രശ്നങ്ങളും പിൽക്കാലത്ത് മുൽക്കുൻ ഖലൂദ് എന്ന് വെച്ചാൽ അക്രമകാരികളാവുന്ന ഭരണാധികാരികളും ഒക്കെ വരുമെന്നും സമൂഹം വിവിധ ചേരികളിലായി മാറുമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? ആ സന്ദർഭം വരാനിരിക്കുന്നതാണ്. അതേക്കുറിച്ച് അറിയാതെ ഇത്തരം വികല പാർട്ടികളിൽ വിശ്വാസികൾ പെട്ടുപോകരുതെന്നും, ഇങ്ങനെ പ്രസ്ഥാനങ്ങളായി സമൂഹം ഇസ്ലാം സൊസൈറ്റി ഭിന്നിക്കുമ്പോൾ നന്മയിലൂടെയും മുന്നേറി സ്വർഗത്തിലെത്താൻ എന്ത് മാർഗം അവലംബിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാനായിരുന്നു. അവിടുന്ന് സുതാര്യമായ രീതിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. എൻ്റെ താരസമാനരാകുന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ, അവർ നന്മയിൽ ജീവിക്കുന്നവരാണ്, അവരുടെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അലൈക്കും ബി സുന്നത്തി, എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അസ്ഹാബി കന്നുജൂം, എൻ്റെ കൂട്ടുകാർ താരസമാനരാകുന്നു. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, നിങ്ങൾ അവരിൽ ആരോട് പിന്തുടർന്നാലും നിങ്ങൾ നന്മ പ്രാപിക്കും. സഹാബത്തിന്റെ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅള്ളു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കണം. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. മുൻപല്ല് കൊണ്ടൊക്കെ പിടിച്ചാൽ ഫലം കുറവായിരിക്കും. അതുകൊണ്ട് അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണം. ഒന്നുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സമൂഹത്തിന്റെ ഭിന്നതകളെ കുറിച്ച് അവിടുന്ന് പറയുമ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ട അനുയായികൾ ചോദിക്കുന്നുണ്ട്, അവരിൽ ആരാണ് സ്വർഗ്ഗക്കാർ? എല്ലാ വിഭാഗവും നരകത്തിലാകും, ഒരു വിഭാഗം ഒഴികെ എന്ന് പറഞ്ഞ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ജ്ഞാനത്തോട് വലിയ താല്പര്യമുള്ള സഹാബാ കിറാം ചോദിച്ചു, ആരായിരിക്കും അവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് രണ്ട് വിധത്തിൽ അതിന് ഉത്തരം റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് അവരുടെ പേരെന്നെ പറഞ്ഞു, മറ്റൊന്ന് അവരുടെ വിശേഷണം പറഞ്ഞു. വിശേഷണം പറയുന്ന പ്രസിദ്ധമായ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, 73 വിഭാഗത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്നവർ മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബികളും ഏതൊരു രീതിയെ പഠിപ്പിച്ചു തന്നോ അത് പിന്തുടരുന്നവരാകുന്നു. ഞാനും എൻ്റെ സഹാബികളും
എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജ്ഞാനസാഗരം സമൂഹത്തിലേക്ക് ഒഴുകിയത് ഈ സഹാബികൾ വഴിയാണ്. പിൽക്കാലത്തേക്ക് അത് കടന്നു വന്നത് ഈ സഹാബികൾ മുഖേനയാണ്. അവരൊഴിവാക്കിയിട്ട് പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ സഹാബികളും ഏതൊന്നിൽ നിലകൊള്ളുന്നുവോ അതിനെ പിന്തുടരുന്നവർ സ്വർഗത്തിൽ പോകും. ഇത് അവരുടെ ഒരു വിശേഷണം. മറ്റൊരു ഹദീസിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പേരെന്നെ പറഞ്ഞു, ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുന്നു. എന്താ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നൊക്കെ പറഞ്ഞാൽ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പിന്തുടരുന്നവർ അഹ്ലുസ് സുന്ന, സുന്നത്തിന്റെ ആളുകൾ. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബൂവത്തിന്റെ സ്രോതസ്സിൽ നിന്ന് ദീനിനെ നേരിട്ട് ആവാഹിച്ച, ഒപ്പിയെടുത്ത സഹാബത്ത് എന്ന സംഘം, വിശുദ്ധ സംഘം. അപ്പോ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകളാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ. ഇവിടെ വെച്ച് എല്ലാ അവാന്തര വിഭാഗങ്ങളെയും നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഷിയാക്കളെയും. എന്താണ് ഷിയിസം? ശരിക്കും അവരുടെ ഫുൾ പേര് ഷിയഅത്തു അലി എന്നാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടിക്കാർ. അലിയാർ അവരുമായി ഒരു ബന്ധമില്ല, അത് വേറെ കാര്യം. ഇവരെ ഒരു വ്യവസ്ഥാപിത സംഘടിത രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് അബ്ദുല്ലാഹിബിൻ സബ് എന്ന് പറയുന്ന ജൂതനാണ്. മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ അഹ്ലു ബൈത്തിനോട് ഈ ഉമ്മത്തിനുള്ള പ്രത്യേകമായ താല്പര്യത്തെ പർവ്വതീകരിക്കാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെയാണ് മുസ്ലിമായി അഭിനയിച്ച് വിശ്വാസികളിൽ പല ദുർബലരെയും പിടിച്ച് സത്യത്തിൽ ഭരണം നടത്തേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യപുത്രനും അവിടുത്തെ മരുമകനുമാകുന്ന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലയെന്നും പറഞ്ഞ് അവരുടെ ഇടയിൽ ചില കുഴപ്പങ്ങൾ ഇയാൾ ഉണ്ടാക്കുന്നത്. ഒന്ന് രണ്ട് ടീമിനെ അല്ല, പല രാജ്യങ്ങളിൽ 12 ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചു ഈ ജൂതൻ. ഷിയായിസത്തിന്റെ അടിസ്ഥാന ഫൗണ്ടർ, അതിന്റെ ഉപജ്ഞാതാവ്, വിശുദ്ധമായ ദീനിനെ ഭിന്നിപ്പിച്ച് പിന്നീടുണ്ടായ പല പല പ്രശ്നങ്ങൾ, സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം പോലെയുള്ള സംഭവങ്ങൾ, അതിനുശേഷമുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാനന്തരമുള്ള കർബല യുദ്ധം പോലെയുള്ള പല സംഭവങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു സബ് എന്ന് പറയുന്ന ജൂതനായിരുന്നു. അയാൾക്ക് ഇസ്ലാമിക സൊസൈറ്റി വിധം വളർന്നു വന്നാൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തോടുകൂടെ ഇസ്ലാമിക സൊസൈറ്റി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തി. ഏറ്റവും കൂടുതൽ ഫതഹ് ഉണ്ടായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലല്ല. പക്ഷേ നമ്മുടെ കാലം മനസ്സിലാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലാണ് ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയതും ഇസ്ലാമിന് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായതും എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഫതഹ് ഉണ്ടായതും വിവിധങ്ങളായ സമൂഹം ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരൊക്കെ അടിച്ചൊതുക്കിയതും ഇസ്ലാമിന് വിജയം നേടിക്കൊടുത്തതും സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് ഫതഹ് ഉണ്ടാവുന്നത്. അவ்விധത്തിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ പരിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലേക്ക് എത്തുമെന്ന് കുശാഗ്ര ബുദ്ധിക്കാരനാവുന്ന അബ്ദുല്ലാഹി ഇബ്നു സബ് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഒരു ഐക്യവും ബോധവും സ്നേഹവും സാഹോദര്യവും ഇല്ലാതെയാക്കണം. ഇവരുടെ ഇടയിൽ ഛിദ്രതയുണ്ടാക്കണം, ഭിന്നതയുണ്ടാക്കണം. അതിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചത്. അദ്ദേഹം വളരെ വൈകാരികമായൊരു തലത്തിലാണ് ആദ്യം തന്നെ കൈകാര്യം ചെയ്യണതും ഇത് സ്പർശിക്കുന്നതും. അവർ സഹാബത്തിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. അന്നത്തെ സമൂഹം അഹ്ലു ബൈത്തിനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു. മുസ്ലിം സൊസൈറ്റിക്ക് അതിലൊരു തർക്കമൊന്നുമില്ല. സൂറത്ത് ശൂറയുടെ 23-ാമത്തെ വാക്യത്തിൽ കുല്ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലുണ്ട്. ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ ആളുകളാണെന്നും പറഞ്ഞിട്ട് ആരും ഞകളിപ്പ് കാണിക്കേണ്ടതൊന്നുമില്ല. പരിശുദ്ധ ഖുർആൻ അത് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഖുൽ റസൂലേ പറയൂ, ലാ അസ്അലുക്കും അലൈഹി, ഈ ദീനി ദഅവത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിന്, പല പല ഘട്ടത്തിലും ജീവൻ മരണ പോരാട്ടം നടത്തിയതിന്, ഉഹദിന്റെ രണാങ്കളത്തിൽ തലപൊളി പിളർന്നിട്ട് രക്തമൊഴുകിയതിന്, പല്ലുകൾ പൊട്ടിത്തെറിച്ചതിന് ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കണില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എൻ്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്നല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായൊരു ഹദീസുണ്ട്, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു. നിങ്ങൾ ആ ഒരു 2 കാര്യം മുറുകെ പിടിച്ചാൽ ലം തളുല്ലു, ഒരിക്കലും നിങ്ങൾ പഴച്ചു പോകൂല. 2 കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കണം. അത് പിടിച്ചാൽ നിങ്ങൾ പഴക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 രീതിയിൽ ആ 2 കാര്യങ്ങൾ വിശദീകരിച്ചത് കാണാം. ഒന്ന്, കിതാബുല്ലാഹി വസുന്നത്തി റസൂലി, അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും.
ഇതിന്റെ സ്വഹീഹായ മറ്റൊരു റിവായത്തിലുള്ളത് കിതാബുല്ലാഹി വഇത്തുറത്തി, കിതാബുല്ലാഹ് എൻ്റെ കിതാബ്, അള്ളാഹുവിന്റെ കിതാബ്, വഇത്തുറത്തി എൻ്റെ കുടുംബം, വഇത്തുറത്തി എൻ്റെ കുടുംബം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും മക്കളെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി ഒരു പുതപ്പ് കൊണ്ട് അവരെ മൊത്തം പൊതിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹൗലാഇ അഹ്ലു ബൈത്തി, ഇവരാണ് എൻ്റെ കുടുംബക്കാർ. ഹൗലാഇ അഹ്ലു ബൈത്തി, ഇവരാണ് എൻ്റെ കുടുംബക്കാർ. ഇത് ഒരു കള്ള സൂഫിയും മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മുസ്ലിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായി അംഗീകരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സയ്യിദുമാർക്ക് അവർ ഇതുവരെയും നല്ല നല്ല പരിഗണന നൽകുന്നത്, ഇപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളാണ് അതിന്റെ ആളുകൾ. കണ്ടില്ലേ, ആ പ്രോഗ്രാം ഇപ്പൊ മാറ്റിവെച്ചു. മുആവിയ മതക്കാരനൊന്നും പറഞ്ഞിട്ട് ആരും നകളിപ്പ് നടത്തണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അറിയാം എങ്ങനെയാണ് സയ്യിദുമാരെ സ്നേഹിക്കേണ്ടതെന്ന്. ഇതുവരെയും അത് കൃത്യമായി നടപ്പിലാക്കിയവരാണ് അവർ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സയ്യിദുമാർ ലോകത്ത് വിജ്ഞാനം കൊണ്ട് നിറച്ചവരാണ്. ലോകത്ത് വിജ്ഞാനം കൊണ്ട് നിറച്ചവരാണ്. നമ്മുടെ കേരളത്തിലേക്ക് ദീനുമായി വന്ന യമനിലെ തെരീമിൽ നിന്നുള്ള സാദാത്യങ്ങൾ, മഹാനായ മമ്പറത്ത് തങ്ങളെ പോലെയുള്ളവർ, അവിടുത്തെ അമ്മാവനാവുന്ന ജിഫ്രി തങ്ങളെ പോലെയുള്ളവർ, ഇവരൊക്കെ ലോകത്ത് വെളിച്ചം വിതറിയവരും ദീനിനെ പിൽക്കാലത്തേക്ക് പകർന്നു നൽകിയവരും യഥാർത്ഥ ദീനിന്റെ സംരക്ഷണാർത്ഥം ജീവത്യാഗം ചെയ്തവരുമാണ്. ഇവരെ സ്നേഹിക്കണമെന്ന ഖുർആനിന്റെ വാക്യം ഉൾക്കൊണ്ടവരാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എല്ലാ ഓരോരുത്തരും. ഇത് തർക്കയല്ലേ. അപ്പോ ഈ അബ്ദുല്ലാഹ് ഇബ്നു സബഅ ഈ ഒരു ആർദ്രമായ സമീപനത്തിലാണ് പിടികൂടുന്നത്. അയാൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടേയിരുന്നു, സത്യത്തിൽ ഖിലാഫത്ത് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്കല്ലേ വേണ്ടത് എന്ന്. ഇവിടെ വെച്ചാണ് അഹ്ലുസുന്ന വൽ ജമാഅയും ഈ വിഭാഗവും അടിസ്ഥാനപരമായി വേർതിരിയുന്നത്. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ശേഷം, അവിടുത്തെ തിരുവഫാത്തിന് ശേഷം ആരായിരുന്നു ഭരണം കൈയാളേണ്ടിയിരുന്നത്? പിൽക്കാലത്ത് ഷിയാക്കൾ വമ്പിച്ച പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണം കഴിഞ്ഞുപോയി അലിയാർ തങ്ങളിലേക്ക് എത്തി അവിടുത്തെയും ശേഷം ആരായിരുന്നു ഭരണം നേടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ കച്ചറയും തർക്കവും ഈ ഉമ്മത്തിൽ ഭിന്നതയും അവർ സൃഷ്ടിക്കുന്നു. ഇതിന് കാരണക്കാരൻ അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന ജൂതനാണ്. നമ്മളും ഷിയസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കം ഖിലാഫത്ത് ആര് വഹിക്കണം എന്നതിനെ കുറിച്ചാണ്. ഷിയസത്തിലെ അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് സമയാനുസരണം നമുക്ക് പറയണം. അതിൽ അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ ഇലാഹാണെന്ന് പറഞ്ഞ ആളുകൾ പോലും ഉണ്ട്, വളരെ ന്യൂനപക്ഷാണെങ്കിൽ പോലും. അവർക്ക് പ്രചോദനം ഈ വാദവുമായി ആദ്യം വന്ന അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന ജൂതനായിരുന്നു. അലിയാർ തങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനെ സമൂഹത്തെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിന് അർഹനല്ലെന്ന് വാദിച്ചവർ പോലും ഉണ്ട്. ഉറാബിയാക്കൾ എന്നാണ് അവരുടെ പേര്. കാക്കക്കാര്. കാക്ക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. കാക്കയെയും വേറൊരു കേക്കയെയും തിരിച്ചറിയാൻ കഴിയില്ല. കാക്ക എന്ന് പറഞ്ഞാൽ ഈ പറക്കുന്ന പക്ഷിയെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 കാക്കനെ 3 കാക്കനെ 4 കാക്കനൊക്കെ നമ്മൾ ഒന്നിച്ച് കണ്ടാൽ പിന്നീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാൽ ഇത് ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത്രക്ക് സാമ്യമുള്ള ജന്തുക്കളാണ് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയാർ തങ്ങളും അങ്ങനെയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. റസൂൽ തങ്ങളെ കണ്ടാൽ അലിയാരാണെന്നും അലിയാരെ കണ്ടാൽ റസൂൽ തങ്ങളാണെന്നും തോന്നിപ്പോകും. അത്രക്ക് സാമ്യമായിരുന്നു എന്നാണ്. സത്യത്തിൽ അങ്ങനല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തോട് അല്ലെ ഏറ്റവും സാമ്യമുള്ള ആളുകളെ കുറിച്ചൊക്കെ. അതിരിക്കട്ടെ, അലിയാർ തങ്ങൾ സ്വാഭാവികമായും മറ്റ് ഖലീഫമാരുടെ അത്ര നീളല്ലാത്ത ആളായിരുന്നു. അലിയാർ തങ്ങളുടെ ചില പ്രത്യേകമായ തമാശകളൊക്കെ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ നടക്കുമ്പോൾ ഞങ്ങളിടയിൽ താങ്കളൊരു ചെറിയ പൊട്ട് മാത്രമെന്നൊക്കെ പറയുന്ന തമാശ അവർ പറയുമ്പോൾ, ഞാനില്ലെങ്കിൽ നിങ്ങൾ ലായായി പോകും എന്ന്, രണ്ടാളിങ്ങനെ ചേർന്ന് നിന്നാൽ ലായാകും, ശൂന്യാവുന്നൊക്കെ അലിയാർ തങ്ങൾ മറുപടി പറയുന്നതൊക്കെ കേൾക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ആകാര സൗഷ്ഠവമുള്ള ആളായിരുന്നു. അപ്പൊ അലിയാർ റളിയല്ലാഹു അൻഹുവും റസൂൽ തങ്ങളും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സാമ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായിട്ട് വന്നപ്പോൾ കൺഫ്യൂഷൻ വന്നിട്ട് റസൂലിന് കൊടുക്കണതിന് പകരം അലിയാർക്ക് കൊടുത്തു എന്ന് പറയുന്ന ടീമാണ് ഈ ഖുറാബിയാക്കൾ. അതാണ് പ്രശ്നം. തിരിച്ചറിഞ്ഞല്ല, ജിബ്രീൽ തങ്ങൾക്ക് കൺഫ്യൂഷനായി. അപ്പൊ ശരിക്കും നുബൂവത്ത് കിട്ടേണ്ടത് അലി ബിൻ അബി ത്വാലിബ് തങ്ങൾക്കായിരുന്നു എന്ന് വാദിക്കുന്നവർ പോലും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നുബൂവത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ശേഷമുള്ള ഖിലാഫത്ത് എന്തായാലും അലിയാർ തങ്ങൾക്കാണ് എന്ന് എല്ലാ ഷിയാക്കളും പൊതു ഷിയാക്കളുടെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആരാണ്? അവർ കാഫിറുകളാണെന്ന് പറയുന്ന ഷിയാക്കളുണ്ട്. അവർ മുർത്തദ്ദുകളാണെന്ന് പറയുന്നവരുണ്ട്. അവർ ദീനിൽ ഇല്ലാത്തത് കയറ്റിക്കൂട്ടിയവരാണെന്ന് പറയുന്നവരുണ്ട്.
അവരുടെ ഭരണത്തെ അംഗീകരിക്കില്ലെന്ന് തീരുമാനിച്ചവരാണ് പൊതുവെ ഷിയാക്കൾ. പൊതുവെ അപ്പൊ ഈ ഹദീസിലൊക്കെ വന്ന സംഗതികളോ സ്വാഭാവികമായിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സഹാബത്തിനെ അംഗീകരിക്കണം എന്ന ഹദീസുകൾ, അപ്പൊ നമ്മളും ഷിയാക്കളും തമ്മിലുള്ള മറ്റൊരു തർക്കത്തിലേക്ക് വരും. ഈ ഹദീസ് റിവായത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹദീസ് റിവായത്ത് എങ്ങനെയാണ് വേണ്ടത്? ഷിയാക്കൾ പറയുന്നു അലിയാർ തങ്ങളും പിന്നീട് അവരുടെ ഇമാമുമാർ. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ഷിയാക്കളിൽ 80% ഇസ്നാശരികളാണ്. ഇപ്പൊ ഖുമൈനിയുടെ ഒക്കെ ടീം അതാണ്. അവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിലും ഇറാഖിലും ജോർദാനിലും ഒക്കെ കൂടുതലുള്ളവരവരാണ്. ഷിയാക്കളിൽ തന്നെ 80% അവരാണ്. ഈ ഖുമൈനിയാക്കളൊക്കെ പറയുന്നവർ അവരുടെ പേര് ഇസ്നാശരികൾ എന്നാണ്. വേറൊരു പേര് എന്താ ഇസ്നാശരികൾ? അവർക്ക് 11 ഇമാമുമാരുണ്ട്. ഈ ഇമാമുമാരൊന്നും മോശക്കാരൊന്നും അല്ല കേട്ടോ, അത് പറയാം. അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ മക്കളും പേരെ കുട്ടികളുമാണ്. നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനമുള്ളവരാണ്. പക്ഷെ അവർ ഞങ്ങളുടെ സ്വന്തം ആളുകളാണ് ലേബിൾ ഒട്ടിച്ചിട്ട് അവരെ ഞങ്ങളെ കൂട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് അവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പർവ്വതീകരിച്ച് സ്വന്താക്കിയിട്ട് വടക്കാക്കി തനിക്കാക്കിയിട്ടാണ് അവർ ഈ സംഗതിയൊക്കെ ഒപ്പിക്കുന്നത്. അപ്പൊ ഈ 12 ഇമാമുമാർ ഇസ്നാശരികൾ, ആ 12 ഇമാമുമാർ മാത്രം റിവായത്ത് ചെയ്ത ഹദീസെ സ്വീകരിക്കുള്ളൂ എന്നാണ് ഇവരുടെ വാദം. എന്താണ് മുസ്ലിം ലോകത്തിന്റെ വാദം? 1,00,000 ചില്ലാനം സഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ഇസ്ലാമിന്റെ സമ്പൂർണ്ണമായ പ്രഖ്യാപനം നടത്തുമ്പോൾ സാക്ഷികളായിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാവരോടുമാണ് മഹാനായ റസൂൽ ചോദിക്കുന്നത്, അലാ ഹൽ ഉലബ്ബിഉക്കും, ഞാൻ എന്തേ ഇത് എത്തിച്ചു നിന്നിട്ടില്ലേ? അവരെല്ലാവരും പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് ഇസ്ലാമിനെ സമ്പൂർണ്ണമായി ഞങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സമയം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ, ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ സന്നിഹിതരായ ആളുകൾ ഈ ദീനിന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇവിടെ സാക്ഷികളാവുന്ന നിങ്ങൾ സമൂഹത്തിന് ഇത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് സഹാബികൾ ദൂരങ്ങളിലേക്ക് യാത്ര പോയത്. ദീനിന്റെ സന്ദേശവുമായി നമ്മുടെ കേരളത്തിലെത്തുന്നത്, പല രാജ്യങ്ങളിലെത്തുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധമായ ധവളിമമായ ആദർശം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സഹാബികൾ എല്ലാവരും നീതിമാരാണെന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, സഹാബികൾ എല്ലാവരും നീതിമാന്മാരാണ്. ഈ വിശ്വാസത്തിന് നേരെ വിരുദ്ധമായി അലി ബിൻ അബി ത്വാലിബ് തങ്ങളും 12 ഇമാമുമാരും റിവായത്ത് ചെയ്യുന്ന ഹദീസുകളെ സ്വീകരിക്കുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തള്ളിക്കളയുമെന്ന വിശാലമായ ജ്ഞാനവിരുദ്ധതയുടെ പേരാണ് ഷീസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതും അവിടുന്ന് അംഗീകരിച്ചതും അവിടുത്തെ പ്രവൃത്തിയും ദീനിൽ തെളിവാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചുരുങ്ങിയത് 15 വചനങ്ങൾ കൊണ്ടെങ്കിലും ഹദീസിന്റെ ആധികാരികത നമുക്ക് സമൂഹത്തിന് പഠിപ്പിക്കാൻ കഴിയും. ചുരുങ്ങിയത് 15 വചനങ്ങൾ കൊണ്ടെങ്കിലും. സൂറത്തുൽ ഹശ്റിന്റെ 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഈ ഹദീസാകുന്ന വിജ്ഞാന സാഗരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുന്നത്? അള്ളാഹു തന്നെ പലയിടങ്ങളിൽ പറഞ്ഞത് അങ്ങേക്ക് അവതീർണമായ ഈ വേദം അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം എന്നാണ്. ഇത് തുബയ്യിന ലിന്നാസി മാ നുസ്സില അലൈക്, അങ്ങേക്ക് അവതീർണമായത് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ വ്യാഖ്യാനമാണ് ഹദീസുകൾ. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയണത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനായിരുന്നു. ഖുർആനിന്റെ വിശദീകരണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അത് അവിടത്തോട് പ്രത്യേകമായി ഖുർആന്റെ പലയിടങ്ങളിൽ അവിടെ അല്ലാഹു പറയുന്നുണ്ട്. ഖുർആൻ അവതരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മറന്നു പോകുമെന്നുള്ള ആശങ്കയിൽ ധൃതിയിൽ വളരെ സ്പീഡിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓത്തിനോടൊപ്പം അങ്ങനെ ഓതുമായിരുന്നു. നമ്മൾ പദ്യം കാണാതെ പഠിക്കാൻ, നമ്മളെ രായത്ത് പഠിക്കാൻ പലവട്ടം ആവർത്തിക്കുന്നത് പോലെ മറന്നു പോകരുതെന്ന് കരുതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ വചനങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്യുമായിരുന്നു. ആ സമയത്താണ് പടച്ച റബ്ബ് പറയുന്നത്, അങ്ങനെ വേണ്ട, ലാ തുഹരിക് ബിഹി ലിസാനക്, അങ്ങ് ഓതിക്കൊണ്ടേയിരിക്കേണ്ടതില്ല. ലി തഅജല ബി, പരിശുദ്ധ ഖുർആൻ വളരെ പെട്ടെന്ന് അങ്ങയുടെ ഹൃദയത്തിൽ സ്വാധീനിക്കാനും കാണാതെ പഠിയാനും വേണ്ടി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, നാം അത് അങ്ങയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരും. അതെങ്ങനെ പാരായണം ചെയ്യണമെന്ന് ജിബ്രീൽ മുഖേന നാം പഠിപ്പിക്കുകയും ചെയ്യും. ഇന്ന അലൈനാ ജംഅഹു, അങ്ങയുടെ ഹൃദയത്തിൽ അത് ഒരുമിച്ച് കൂട്ടുന്ന ബാധ്യത എനിക്കാണ്. അത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന ബാധ്യതയും എനിക്കാണ്. സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നെ ഞാൻ അത് അങ്ങേക്ക് വിശദീകരിച്ചും തരും. വഇദാ ഖറഅനാ, നമ്മളത് ഓതിയാൽ ഫത്തബിഉ ഖുർആന, ഈ ഓത്ത് അങ്ങ് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ അള്ളാഹുവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ആ മുത്ത് റസൂൽ സ്വന്തമായി ഒന്നും സംസാരിക്കില്ലെന്ന് ഖുർആൻ പറയുന്നത്. സൂറത്തുൻ നജ്മിന്റെ 3-ാമത്തെ വചനം, മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. ശദീദുൽ ഖുവാ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിശക്തനായ ആത്മാവ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറാന്റെ അവസാന ഭാഗത്ത് അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. നസല ബിഹിർ റൂഹുൽ അമീൻ, അർ-റൂഹുൽ അമീൻ, വിശ്വസ്തനാകുന്ന വിശുദ്ധാത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനുമായി വരുന്നു. അവിടത്തെ കുറിച്ച് സൂറത്തുൻ നജ്മ് പറയുന്നത് ഖുവ്വത്ത്, വളരെ ശക്തിയുള്ള ആൾ, ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല, പ്രലോഭിപ്പിക്കാൻ കഴിയില്ല. ഖുർആനിൽ ഏതെങ്കിലും ഒരു അക്ഷരം അള്ളാഹുവിൽ നിന്ന് റസൂലിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞു കൊടുത്ത ദൗത്യം കൃത്യമായി ജിബ്രീൽ നിർവഹിക്കും. ഉറാബിയാക്കൾ പറയണത് പോലെ അലിയാനെയും മുഹമ്മദ് റസൂൽ തങ്ങളെയും കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കേണ്ടതെന്ന് കരുതി കൊടുത്തു, അത് നബിക്കായി പോയി എന്ന് ഒരിക്കലും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാൻ കഴിയില്ല. നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ഇറങ്ങി അതുമായി, ഖുർആനുമായി. അലാ ഖൽബിക്, അത് നേരിട്ട് അങ്ങയുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കല ജിബ്രീലിന്റെ രീതി. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് താക്കീതുകാരനാവാൻ വേണ്ടി, സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി, സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി അങ്ങേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് ഈ വേദം നൽകുന്നു. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ. ഇതേ കാര്യത്തെക്കുറിച്ച് സൂറത്തുൻ നജ്മിൽ അള്ളാഹു പറയുന്നത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ നൽകുന്ന അതിശക്തനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്നാണ്. വഴിയിൽ വെച്ച് അഡ്രസ്സ് മാറിപ്പോകൂല എന്ന് ഷിയാക്കൾ പ്രത്യേകം മനസ്സിലാക്കി. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ച് ഓതുന്ന സമയത്ത് ഒരിക്കലും അത് ചെയ്യേണ്ടതില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക്, അങ്ങയുടെ ഹൃദയത്തിൽ നാം അത് ഉറപ്പിച്ചു നിർത്തി തരുമെന്ന് അള്ളാഹു പറയാണ്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ലോത്തിനോടൊപ്പം ഇങ്ങനെ പെട്ടെന്ന് ഓതുന്ന രീതി പാടേ ഉപേക്ഷിച്ചു. എന്തിനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിക്കുന്നത്? ലിതകൂന മിനൽ മുൻദിരീൻ, സമൂഹത്തിന് അങ്ങ് ഇതുകൊണ്ട് താക്കീത് നൽകണം, വരും വരാവികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ആഖിറത്തിൽ വിജയം നേടാൻ എന്തുണ്ട് മാർഗമെന്ന് അവരെ പഠിപ്പിക്കണം. ഇത് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു. അതാണ് ഹജ്ജത്തുൽ വദാഇൽ ലക്ഷക്കണക്കിന് അനുയായികളെ സാക്ഷി നിർത്തി അവിടുന്ന് ചോദിക്കുന്നത്, അലാ ഞാനത് നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന്. സഹാബിക്കറം ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങൾക്ക് അത് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് അവരോട് പറയുന്നു. അത് കേട്ട് മാറി നിൽക്കുകയല്ല സഹാബാക്കറാൻ ചെയ്തത്, അവരുടെ ജീവിതം കൊണ്ട് ഈ ഒരു വാക്യത്തിന് അവർ അർത്ഥം നൽകി. അങ്ങനെ ദൂരങ്ങളിലേക്ക് സഞ്ചരിച്ചു. വാർത്താവിനിമയ മാധ്യമങ്ങൾ വളരെ 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 ശുഷ്കമായ കാലത്ത്, യാത്രാ സംവിധാനങ്ങൾ തീരെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാലത്ത് അവർ ദീർഘമായി സഞ്ചരിച്ചു. എന്തിനു വേണ്ടി? ഈ ദീനിന്റെ പ്രചാരണാർത്ഥം. അതുകൊണ്ടാണ് റസൂൽ തങ്ങൾ ഇത്രമേൽ വിശ്വസിച്ച് ഏൽപ്പിച്ചത് കൊണ്ടാണ് അസ്സഹാബത്തു കുല്ലുഹും അദൂൽ, എല്ലാ സഹാബികളും നീതിമാന്മാരാണെന്ന് മുസ്ലിം സമൂഹം ഒന്നിച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫബി അയ്യിഹിം ഇഖ്തദൈതും, അവരിൽ ആരോട് നിങ്ങൾ പിന്തുടർന്നാലും ഇഖ്തദൈതും, നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. എന്തുകൊണ്ട്? റസൂൽ തങ്ങൾ വിശേഷിപ്പിക്കുന്നത് നക്ഷത്രങ്ങൾ എന്നാണ്. എന്താ നക്ഷത്രത്തിന്റെ പ്രത്യേകത? അന്ന് യാത്രയ്ക്ക് ദിശ നിർണയിച്ചത് നക്ഷത്രങ്ങളായിരുന്നു. ഈ നക്ഷത്രങ്ങളെ നോക്കിയായിരുന്നു സഞ്ചാരികൾ മുന്നോട്ട് പോയത്. അപ്പൊ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും ലക്ഷ്യത്തിലേക്കും എത്താൻ നക്ഷത്രങ്ങളെ എപ്രകാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ശീലമുണ്ടോ, അപ്രകാരം യഥാർത്ഥ സത്യത്തിലേക്കും പരമാർത്ഥികമായ വിജയത്തിലേക്കും എത്താൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മാർഗം താരസമാനരായ നക്ഷത്ര തുല്യരായ എൻ്റെ സഹാബികൾ എന്നാണ്. അതുകൊണ്ട് സഹാബികൾ റിവായത്ത് ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാവുന്ന ഹദീസുകൾ സ്വീകരിക്കാതെ പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനോ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനോ സാധ്യമേയല്ല. ഷിയാക്കൾക്ക് സംഭവിച്ച ഏറ്റവും പരമപ്രധാനമായ അബദ്ധം ഹദീസും ഖിലാഫത്തും, അതായത് റിവായത്തും ഖിലാഫത്തും. ഖിലാഫത്ത് ആർക്കാണ് എന്ന വിഷയത്തിലും റിവായത്ത്, സ്വാഭാവികമായും ഖിലാഫത്തിന്റെ വിഷയത്തിൽ അവർ കുതർക്കം ഉന്നയിക്കുമ്പോൾ ഇത്രയും ഹദീസിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ കുറിച്ച് വ്യക്തമായി പറയുമ്പോൾ അവർക്ക് ഈ ഹദീസിനെ പാടേ നിഷേധിക്കേണ്ടി വരും. ഹദീസ് അംഗീകരിച്ചുകൊണ്ട് ഖിലാഫത്തിനെ എതിർക്കാൻ അവർക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ സൂചനകൾ നൽകി. അവിടുന്ന് ഇമാമത്ത് നിർത്താൻ വേണ്ടി അലിയാർ തങ്ങൾ ഉണ്ടായിരിക്കെ അലിയാർ തങ്ങളെ പ്രത്യേകം പരിഗണിച്ച രംഗങ്ങളുണ്ട്. ദിവസങ്ങളോളം നീണ്ടു ഖൈബറിന്റെ പോരാട്ടം. വലിയ ശത്രുക്കളായിരുന്നു, മുസ്ലിങ്ങളെ വല്ലാതെ നശിപ്പിക്കുമായിരുന്നു മുറഹിബിന്റെ നേതൃത്വത്തിലുള്ള ജൂതന്മാർ. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാത്തി അന്ന റായത അലാ റജുൽ,
ലിറജുൽ, നാളെ ഞാൻ പതാക ഇസ്ലാമിന്റെ നേതൃത്വം ഒരു പുരുഷനെ ഏൽപ്പിക്കും, അദ്ദേഹത്തെ കൊണ്ട് ദീൻ അള്ളാഹു വിജയിപ്പിക്കും. പിറ്റേ ദിവസം എല്ലാവരും പെട്ടെന്ന് വന്നു. ആ ഒരു ഭാഗ്യവാൻ ഞാനാവണമെന്ന് കരുതിയിട്ട് നബിയുടെ മുമ്പിൽ അവരെല്ലാവരും ഇങ്ങനെ ഏന്തി നിന്നു. റസൂലിന്റെ ഷദ്രയിൽ പെടട്ടെ എന്ന് കരുതിയിട്ട്, ഖൈബറിന്റെ വിജയത്തിന് കാരണഭൂതൻ ഞാനാവണമെന്ന് കരുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും ശ്രദ്ധിച്ചു. അവസാനം അവിടുന്ന് അന്വേഷിക്കുന്ന ഒരാളെ കാണാകയാൽ അവിടുന്ന് ഉറക്കെ ചോദിച്ചു, അയ്ന അലി ഇബ്നു അബി ത്വാലിബ്, എവിടെ അലി ഇബ്നു അബി ത്വാലിബ്? സാബത്ത് പറയുന്നുണ്ട്, ടെന്റ് കിടക്കാണ്, കണ്ണിന് ഈ രോഗം ബാധിച്ച് ചെങ്കണ്ണ് വന്ന് കണ്ണ് തുറക്കാൻ കഴിയാതെ പ്രയാസത്തിലാണ്. കൊണ്ടുവരാൻ പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാർ തങ്ങളെ കൊണ്ടുവരുന്നുണ്ട്, കയ്യും പിടിച്ചിട്ട്, കണ്ണു തുറക്കാൻ പറ്റണില്ല. അവിടുത്തെ വിശുദ്ധമായ ഉമനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്തു ചാടേണ്ട ജമാഅത്തെ ഇസ്ലാമിക്ക, ഇത് വസ്തുതയാണ്, ചരിത്രമാണ്. റസൂലിന്റെ ആസാറിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്ക് വികാരഭരിതരാവരുത്. മുസ്ലിം ലോകത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണത്, അവരുടെ ആത്മാവിന്റെ ചൈതന്യമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം ചികിത്സകളും ബർക്കത്തെടുക്കലും ഹദീസിൽ കാണുമ്പോൾ, അത് സ്വഹീഹായ ഹദീസ് തന്നെയാകുമ്പോൾ, ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് എടുത്തു ചാടും പറഞ്ഞ ഓ അബ്ദുള്ളയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ തലമൂത്ത നേതാവ്. ഞങ്ങളതടെ എടുത്തു ചാടും, അവിടെ നിൽക്കൂല. കാരണം അത് വിശദീകരിക്കും പുതിയ കാലത്ത് അയ്യേ എങ്ങനെ ഇപ്പം അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവും. അതുകൊണ്ട് എടുത്തു ചാടും എന്ന് പറഞ്ഞവരുണ്ട്. എടുത്തു ചാടൂല, ഈ ഉമ്മത്ത് അവിടെ തന്നെ നിലകൊള്ളും. കാരണം ഇത് റസൂല് പഠിപ്പിച്ചതാ, സഹാബത്ത് അംഗീകരിച്ചതാണ്. ആസാറിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയുമ്പോഴേക്ക് സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനം വഹിക്കുന്ന, വലിയ സേവനം ചെയ്യുന്ന നവോത്ഥാന നായകരായി എല്ലാവരും ഒരുപോലെ വാഴ്ത്തുന്ന മഹാപണ്ഡിതന്മാരെ തേജോവധം ചെയ്യരുത്. ഇത് ദീനാണ്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ചും ആധുനിക സമൂഹത്തിനോട് എങ്ങനെ ഇത് പറയാന്ന് കരുതിയിട്ടും പണ്ടൊരു മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ബോഡി വേസ്റ്റ് ആണെന്ന്. അവരവരുടേതിലേക്ക് ഖിയാസാക്കിയിട്ട് അങ്ങനെ പറയും, താരതമ്യം ചെയ്ത് അങ്ങനെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വിശ്വാസിക്കതിന് സാധിക്കൂല. മുസ്ലിം സമൂഹം വൈകാരികമായി അതിനോട് പ്രതികരിക്കുന്നതിൽ ഒന്നും വിചാരിക്കരുത്. അവരുടെ ആത്മാവിന്റെ തേജസ്സാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ആസാറിന് അള്ളാഹുവിനേക്കാൾ സ്ഥാനം നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത്. ഇത് ദീനാണ്. അള്ളാഹുവിനേക്കാൾ സ്ഥാനം നൽകുന്നതല്ല അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാകുന്നത് അള്ളാഹു നിയോഗിച്ചിട്ടാണ്. ആ ഒരു ബന്ധത്തെ ആർക്കും അറിയാതെ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ആസാറുകൾക്ക്, അവിടുത്തെ ശരീരഭാഗത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്നത് ഇത് ഇസ്ലാമിന്റെ പാഠമാണ്. അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്റെ നീണ്ടു നിവർന്ന കേശം മുണ്ഡനം ചെയ്ത് സഹാബി വര്യന്മാരെ ഏൽപ്പിക്കുന്നത് കൊണ്ടുപോയി കുഴിച്ചിടാനല്ല, കൊണ്ടുപോയി ഏതെങ്കിലും വേസ്റ്റ് ബക്കറ്റിൽ തള്ളിക്കളയാനല്ല, മറിച്ച് സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ. എടുത്തു ചാടണോ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ? കുറച്ച് കൂടുതൽ ചാടേണ്ടി വരും. ഇത് വൈകാരികമായിട്ട് എന്തൊക്കെയോ പറയാന്ന് വിചാരിക്കരുത്. സഹാബികളെ ഏൽപ്പിക്കുന്നത് വിതരണം ചെയ്യാനാണ്. എത്രയെത്ര മഹാന്മാർ അത് സൂക്ഷിച്ചു പോന്നു. മരിക്കുന്ന സമയത്ത് അതെന്റെ കഫംപുടയിൽ നിക്ഷേപിക്കണമെന്ന് മക്കളോട് വസിയത്ത് ചെയ്ത അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എത്രയെത്ര മഹാന്മാരുണ്ട്. എടുത്തു ചാടുകയാണോ ബോഡി വേസ്റ്റ് എന്നും പറഞ്ഞിട്ട്? ചാടാൻ കഴിയില്ല മുഅ്മിനീങ്ങൾക്ക്. ഇത് നിങ്ങൾ ഈ കാണുന്ന റെഡിമെയ്ഡ് ഇസ്ലാമല്ല. ഈ കാണുന്നതിനേക്കാൾ അപ്പുറം മഞ്ഞുമല പോലെ ആത്മീയതയുള്ള ഒരു മഹാപ്രസ്ഥാനമാണിത്. എടുത്തു ചാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബിനെ രണ്ട് കൈയും പിടിച്ചിട്ട് കൊണ്ടുവരുന്നു. കണ്ണ് തുറക്കാൻ പോലും വയ്യ. റസൂൽ അവിടുത്തെ ഉമനീരെടുത്ത് പുരട്ടിക്കൊടുക്കുന്നു. അയ്യേന്ന് പറയല്ലേ, എടുത്തു ചാടല്ലേ. ഇത് മുത്തഖീങ്ങളുടെ നേതാവിന്റെ കഥയാണ്. ഇത് മുഅ്മിനീങ്ങളുടെ നേതാവിന്റെ കഥയാണ്. അവരംഗീകരിക്കുന്ന ചരിത്രമാണ്, ഹദീസുകളാണ്. അതിനുശേഷം പിന്നീട് എൻ്റെ കണ്ണിനൊരു രോഗവും വന്നില്ലെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അലിയാർ തങ്ങൾ ആ യുദ്ധത്തിന്റെ ഹീറോയായി മാറുന്നു. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്, മുറഹിബിന്റെ കോട്ടയുടെ വാതിൽ അലിയാർ തങ്ങൾ കൈകൊണ്ട് പൊക്കിയെടുക്കുന്നതിനെ കുറിച്ച്. സഹാബികൾക്ക് കടങ്ങു കയറാൻ കഴിയാതെ വന്നപ്പോൾ ഈ വാതിലിട്ടിട്ട് പാലം നിർമ്മിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്. യുദ്ധാനന്തരം കുറെ സഹാബികൾ ചേർന്ന് ആ വാതിൽ നീക്കിവെക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് അനക്കാൻ കഴിയാത്തതിനെ കുറിച്ച് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. നിഷേധിക്കണം. അലിയാർ തങ്ങളെ പരിഗണിക്കേണ്ടിടത്തൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കൂട്ടിപ്പിടിച്ച് പുതപ്പ് കൊണ്ട് മൂടി ഹൗലായി അഹ്ലു ബൈത്തി, ഇവരാണ് എൻ്റെ കുടുംബക്കാർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ ഖിലാഫത്തിന് അവിടുന്ന് സൂചന നൽകിയതും സമൂഹത്തെ പഠിപ്പിച്ചതും തൻ്റെ സന്തത സഹചാരിയായ ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോൾ കൂടെ കൂടിയയാൾ
എത്ര വീരമായൊരു പ്രവൃത്തിയാണത്, ആലോചിച്ച് നോക്കൂ. ശത്രുക്കൾ റസൂലിനെ കാത്തിരിക്കുകയാണ്. 100 ഒട്ടകമാണ് സംഭാവനയും സമ്മാനവുമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ധീരരും വീരരും വില്ലാളികളുമായ ശത്രുവ്യൂഹം യുവാക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ജീവനയോടെയോ അല്ലാതെയോ പിടികൂടിയാൽ 100 ഒട്ടകം. 100 ഒട്ടകത്തിനൊക്കെ അവരുടെ അന്നത്തെ മൂല്യം നമുക്കിന്ന് കണക്കാക്കാൻ പോലും പറ്റൂല. അത്രക്ക് വലിയ സമ്മാനാണ് അബൂജഹൽ പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഒരു സംഭവം കേട്ട മാത്രയിൽ സുറാഖത്ത് ബിൻ മാലിക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓവാനത്തുമെന്ന് വല്ലപ്പോണുണ്ട്. ഞാനൊന്ന് വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം മൂപ്പര് വലിയ അശ്വയോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന് കുതിരയെ വളരെ സ്പീഡിൽ ഓടിപ്പിക്കാൻ കഴിയുമായിരുന്നു. കുതിര ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി അമ്പ് വിടാൻ കഴിയുമായിരുന്നു. മൂപ്പരാൾ വിചാരിച്ചു, ഞാനിവിടെ അങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു 3 ആളിങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് അബൂബക്കറാണ്, ഒന്ന് മുഹമ്മദാണ്, ഒന്ന് അവർക്ക് വഴികാട്ടിയായിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. ഞാനിപ്പോൾ എൻ്റെ കുതിരയെ ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിടികൂടാൻ പറ്റും. അത് ഇവരോട് പറയണ്ട, കാരണം ഇവർ പറഞ്ഞു ഇവരും കൂടിയിട്ടുണ്ടെങ്കിൽ 100 ഒട്ടകത്തിൻ്റെ പങ്ക് നൽകേണ്ടി വരും. അതിനു വേണ്ടിയാണ് അയാൾ വേഗം വീട്ടിൽ പോകുന്നതും അമ്പും വില്ലെടുക്കുന്നതും തൻ്റെ ഏറ്റവും ഊർജ്ജസ്വലനായ കുതിരപ്പുറത്ത് ചാടിക്കേറുന്നതും അതിസ്പീഡിൽ ഓടിച്ചു പോകുന്നതും. അയാളുടെ ധാരണ തെറ്റിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്തെത്തുന്നുണ്ട്. റസൂലിനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും അയാളുടെ കുതിര മണലിൽ ആണ്ടുപോകുന്നുണ്ട്. 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. കുതിര ഇങ്ങനെ മണ്ണിലിങ്ങനെ ആണ്ടുപോകുമ്പോ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രക്ഷിക്കാൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മാത്രയിൽ കുതിര രക്ഷപ്പെടുന്നു. അങ്ങനെ 3 പ്രാവശ്യം. സംഗതി അയാൾക്ക് മനസ്സിലായി. എന്നാൽ ഇസ്ലാമിലേക്ക് അപ്പോഴേ വരാൻ അയാളുടെ മനസ്സ് തോന്നിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു പ്രസിദ്ധമായ ചോദ്യം, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. കിസ്റയുടെ 2 അധികാര ചിഹ്നങ്ങളായിരുന്ന വള അങ്ങ് ധരിക്കുന്ന ഒരു സമയം വരും. അന്ന് എന്തായിരിക്കും അങ്ങയുടെ അവസ്ഥ? കൈഫ ബിക യാ സുറാഖ, എന്തായിരിക്കും അങ്ങയുടെ അവസ്ഥ? ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, കിസ്റയുടെ 2 വളകൾ അധികാര ചിഹ്നങ്ങൾ അങ്ങ് ധരിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ തോന്നിയില്ല. അദ്ദേഹം ചോദിച്ചു, കിസ്റ ബിൻ ഹുർമുസ്, അന്നത്തെ ജോർജ് ഡബ്ല്യു ബുഷിൻ്റെതോന്ന്, അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും ഒരു വലിയ രാജാവാകുന്ന ഒരു മനുഷ്യൻ്റെത്, അന്നത്തെ ട്രംപിന്റെ വളയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കിസ്റ ബിൻ ഹുർമുസ് വേറെ ഏതെങ്കിലും കിസ്റയാണോ, അതോ ഇപ്പൊ റോമിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിസ്റ ബിൻ ഹുർമുസിൻ്റെതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്കൊരു പ്രമാണം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തോന്ന് കൊണ്ടുവന്നു, ഒരു ഈത്തപ്പനയുടെ മറ്റോ ഒരു ചീറ്റ് കൊണ്ടുവന്നു. അതിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതി ഒപ്പിട്ട് കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മടങ്ങിപ്പോരുന്നത്. ഞാൻ ചരിത്രം വിസ്തരിച്ചു പറയല്ല. ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് റോം ഇസ്ലാമിന്റെ കീഴിൽ വന്നു. മദീന പള്ളിയുടെ മുറ്റം മൊത്തം വലിയ സമ്പത്ത് കൂടി കിടന്നു. ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ കയറി പൊട്ടിക്കരഞ്ഞു. ഇതുവരെ ഞങ്ങൾ പോരാടിയത് ദീനിനു വേണ്ടിയായിരുന്നു, സമ്പത്ത് കുമിഞ്ഞു കൂടി കിടക്കുന്നു, ഞങ്ങളുടെ ലക്ഷ്യം തെറ്റുമോ എന്ന് പടച്ച റബ്ബേ ഞങ്ങൾ ഭയപ്പെടുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഗനീമത്ത് വിതരണം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സഹാബി വര്യന്മാരോട് ഉറക്കെ ചോദിക്കുന്നു, എവിടെ സുറാഖത്ത് ബിൻ മാലിക്, എവിടെ സുറാഖത്ത് ബിൻ മാലിക്? വിതരണം തുടങ്ങേണ്ടത് അവിടുന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അയാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. കിസ്റ ഇസ്ലാമിന്റെ കീഴിലൊക്കെ വരുമ്പോ, റോം ഇസ്ലാമിന്റെ കീഴിൽ വരുമ്പോ അങ്ങ് ധരിക്കുന്ന, അവിടുത്തെ മഹാരാജാവ് ധരിച്ചിരുന്ന അധികാര ചിഹ്നമാകുന്ന വള അങ്ങയുടെ ധരിക്കും. അന്ന് വയസ്സായിരിക്കുന്നു, വൃദ്ധനായിരിക്കുന്നു. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ വള അദ്ദേഹത്തിന് ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ അനർഘമായ ഒരു നിമിഷം, സന്ദർഭം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, സ്വന്തം നാട്ടിൽ പോലും ജീവിക്കാൻ കഴിയാതെ രാജ്യം വിട്ട് മദീനയിലേക്ക് അഭയം പ്രാപിക്കാൻ പോകുന്ന ഒരാൾ പ്രഖ്യാപിക്കുകയാണ്, അന്നത്തെ മഹാസാമ്രാജ്യത്തിന്റെ തലവന്റെ അധികാര ചിഹ്നമാകുന്ന വള തന്നെ പിടിക്കാൻ വന്ന സുറാഖത്ത് ബിൻ മാലിക് ധരിക്കുമെന്ന്. ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു സംഭവം. പക്ഷെ ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കിൽ അത് സംഭവിക്കുന്നു. ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കിൽ അത് സംഭവിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇദ്ദേഹമാവട്ടെ മറ്റ് ഏത് ധീരരാകുന്ന ശത്രുക്കളുടെ നേതാക്കളും യുവാക്കളുമാവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന സന്ദർഭത്തിൽ അമ്പെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ശരീരം കിട്ടിയാൽ മതി, ജീവനോടെ കിട്ടണമെന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുന്നിൽ നിൽക്കും, ബാക്കിൽ നിൽക്കും, മാറി മാറി കളിക്കും, ഇടതുവശം വലതുവശം. ഇതിങ്ങനെ ആയപ്പോൾ റസൂൽ ചോദിച്ചു, എന്ത് പറ്റിങ്ങെന്ന്? മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയും, മുന്നിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നും ബാക്കിൽ നിന്ന് ആരെങ്കിലും അങ്ങേ ആക്രമിക്കോ, അങ്ങനെ ഞാൻ ബാക്കിക്ക് നിൽക്കും. അപ്പൊ എനിക്ക് തോന്നും വലതുവശത്ത് നിന്ന് ആരെങ്കിലും വന്നാലോ അങ്ങോട്ട് നിൽക്കും, ഇടതുവശം തോന്നുമ്പോൾ അങ്ങോട്ട് നിൽക്കും. ഇതാണ് ഈ ചാടിക്കളിയുടെ ഉദ്ദേശ്യമെന്ന് മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ്.
റസൂലിന്റെ സാഹിബ് ഇദ്ഹുമാ ഫിൽ ഗാർ ഇത് യഖൂലു ലിസാഹിബിഹി, ഖുർആന്റെ പ്രയോഗം. അവിടുന്ന് തന്റെ സാഹിബിനോട് പറഞ്ഞു, കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ടെൻഷൻ അടിക്കരുത്, അല്ലാഹ് കൂടെയുണ്ട്. ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിന്റെ സന്തത സഹചാരിയാണ്. അവിടുത്തെ ജീവിതത്തിൽ ഒപ്പം നിന്നത് സിദ്ദീഖി കുടുംബമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗുഹയിൽ താമസിക്കുമ്പോൾ അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മക്കളാണ്. ദാത്തുന്നിത്വാഖൈൻ എന്ന് പേരുണ്ട് സിദ്ദീഖ് തങ്ങളുടെ ഒരു മോൾക്ക്. എന്തേ കാര്യം? റസൂലിന് ഭക്ഷണം കെട്ടി കൊണ്ടുകൊടുക്കുമ്പോൾ കെട്ടാനൊന്നുമില്ല. അപ്പൊ അവർക്ക് സ്നേഹപൂർവ്വം വല്ലാതെ ആദരിച്ച് സ്നേഹിച്ചു കൊണ്ടുനടന്നിരുന്ന ബെൽറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് നടുകീറി ഒരു പൊട്ടുകൊണ്ട് ഇത് കെട്ടിവെച്ചു. ഇത് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞു. മോള് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, അരപ്പെട്ട, അത് കീറിയിട്ടാണ് ഭക്ഷണം കെട്ടിക്കൊടുത്ത് വെച്ചിട്ടുള്ളത്. സിദ്ദീഖ് തങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം ധാരയായി ഉതിർന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് പറഞ്ഞു, അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഈ അരപ്പട്ട കിട്ടും. ഒന്ന് സ്വർഗത്തിൽ അരപ്പട്ട, ഒന്ന് ഇവിടുത്തേത്, ദാത്തുന്നിത്വാഖൈൻ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബികളിൽ നിന്ന് സിദ്ദീഖ് തങ്ങളെ വിളിക്കുന്നതും അവിടുത്തോട് ഇമാമ നിൽക്കാൻ കൽപ്പിക്കുന്നതും. റസൂൽ വയ്യാതെ കടന്നു വരുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ സിദ്ദീഖ് തങ്ങൾ റസൂലിനെ മാനിച്ച് പിറകിലേക്ക് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ട, അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാൻ മുത്ത് റസൂൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഈ സമൂഹത്തിനെ തനിക്ക് ശേഷം ആര് നയിക്കണമെന്ന് ഹബീബായ റസൂൽ പ്രായോഗികമായി ആ സമൂഹത്തെ പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് നടക്കുന്നത്. നമ്മൾ മദീനയുടെ പടിഞ്ഞാറ് വശത്ത് കുറച്ചപ്പുറത്ത് ഇപ്പോഴും കാണുന്ന ആ പുഷ്കലമായ വളരെ ഹരിതാഭമായൊരു മേഖലയുണ്ട്. ആ ഒരു തോട്ടത്തിൽ വെച്ചായിരുന്നു ചെറിയ പന്തലിൽ സിദ്ദീഖ് തങ്ങളുടെ ഈ ഖിലാഫത്ത് അല്ലെങ്കിൽ അവിടുത്തെ ബൈഅത്ത് കർമ്മം നടന്നത്. സ്വാഭാവികമായും ചില സഹാബി വര്യന്മാർ അന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണല്ലോ റസൂലിന്റെ മരുമകൻ, അവിടുന്നാണല്ലോ കുടുംബക്കാരൻ, അതുകൊണ്ട് ഖിലാഫത്ത് മൂപ്പരിക്കല്ലേ എന്ന് വിചാരിച്ചവരുണ്ടായിരുന്നു. പ്രമുഖർ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, കഅബ് റളിയല്ലാഹു അൻഹു, ദോസിന്റെ നായകൻ, അങ്ങനെ കുറച്ചാളുകൾ അവര് അലിയാർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോകുന്നുണ്ട്. അലിയാർ തങ്ങളാണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത ബന്ധുവാകയാൽ അവിടുത്തെ ജനാസ സംസ്കരണ പരിപാടികളുമായി ഈ വേദിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടനുയായിയും തൊട്ട ബന്ധുവും മരുമകനും ഫാത്തിമ ബീവിയുടെ ഭർത്താവാകയാൽ റസൂലുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളൊക്കെ ആകയാൽ റസൂൽ തങ്ങളുടെ ജനാസ സംസ്കരണ പരിപാടിയും അവിടെ വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യലൊക്കെ ആയിട്ടാണ് അലിയാർ തങ്ങൾ നിൽക്കുന്നത്. ഇവരെല്ലാവരും കൂടി ചെല്ലുന്നുണ്ട്. നിങ്ങളല്ല ശരിക്കും ഭരണം ഏൽക്കേണ്ടത്. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാരോഹണ ചടങ്ങ് നടക്കുകയാണ്. അലിയാർ തങ്ങൾ അവരെ കൂട്ടി വന്നു എന്നാണ്. ഞാനല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് ഭരിക്കേണ്ടത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അതോടുകൂടി അവരെല്ലാവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാകയാൽ അവിടുന്നാണ് ഭരണം നടത്തേണ്ടത് എന്ന് പിൽക്കാലത്ത് ഷിയാക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ 3 സഹാബിമാർ ഭരിക്കുമ്പോഴും അവർക്ക് കട്ടക്ക് പിന്തുണ നൽകി അലി ബിൻ അബീ ത്വാലിബ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും സന്ദർഭത്തിൽ അവിടുന്ന് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ഏതെങ്കിലും യുദ്ധത്തിൽ അവിടുന്ന് ബോധപൂർവ്വം പിന്മാറിയിട്ടുണ്ടോ? ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏതെങ്കിലും തീരുമാനത്തെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തെ, പിൽക്കാലത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ തീരുമാനത്തെ അലിയാർ ജീവിച്ചിരുന്നിട്ടും ഏറ്റവും കൂടുതൽ വിജ്ഞാനം ഉള്ള സഹാബിവര്യന്മാരിൽ ശ്രേഷ്ഠരായിട്ടും അലിയാർ തങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ സംഭവിച്ചത്? അതിന് പിന്തുണ കൊടുത്തു. കാലക്രമത്തിൽ തൻ്റെ അടുത്ത് ഭരണം എത്തിയപ്പോ 5.5 കൊല്ലം കൃത്യമായി ഭരിക്കുകയും ചെയ്തു. എന്നിട്ട് പിൽക്കാലത്ത് ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കുന്നത് അലി ബിൻ അബീ താലിബായിരുന്നു ഭരണത്തിന് അർഹനാണ്. ഷിയാക്കളും അഹ്ലുസുന്നയായിട്ട് ബന്ധപ്പെട്ട് കുറേ ഖിലാഫുകളുണ്ട്. അവിടെ പ്രധാനപ്പെട്ട കുറേ എണ്ണം പണ്ഡിതന്മാർ പ്രത്യേകമായി ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് ഷിയാക്കൾ പ്രധാനമായും 3 വിഭാഗങ്ങളാണ്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ ഇസ്നാഅശറികൾ, അവരുടെ പേരാണ് ഇമാമിയാക്കൾ എന്നും അല്ലെങ്കിൽ ജഅഫരിയ ടീം എന്നൊക്കെ അവരുടെ പേരാണ്. ഇവരാണ് ഏറ്റവും കൂടുതലുള്ള ഷിയാക്കൾ ഇന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ഷിയ വിഭാഗങ്ങളിൽ ഏകദേശം 80% അവരാണ്. അവർ പറയണത് 12ാമത്തെ ഇമാമായിട്ട് അവർ പരിഗണിക്കുന്ന ഒരു മഹദിയുണ്ട്. അദ്ദേഹത്തിൽ ഈ ഖിലാഫത്ത് അവസാനിച്ചു എന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രതിനിധികളായി കുറെ ആളുകൾ വരും. അതിൽപ്പെട്ട ഒന്നാണ് ആയത്തുല്ലാ ഖുമൈനി എന്നൊക്കെയാണ് അവർ പറയുന്നത്.
മറ്റ് ടീമിനെ അപേക്ഷിച്ച് വളരെ കൂടുതലുള്ളവരും എന്നാൽ വളരെ പ്രശ്നകാരികളൊക്കെ ആയിട്ടുള്ളവരും ഈ ടീം തന്നെയാണ്. ഇവരുടെ ഈ 12 ഇമാമുമാർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ നമ്മുടെ മഹാന്മാരാവുന്ന നേതാക്കൾ തന്നെയാണ്. എന്നിട്ട് ഇവർ കൂട്ടിപ്പിടിച്ച് ഞങ്ങളുടെ ആളുകൾ അവരൊന്നും പറഞ്ഞിട്ട് വെക്കുന്നവരാണ്. അലിയാർ തങ്ങളുടെ മക്കൾ പരമ്പരയിൽപ്പെട്ട കുറേ മഹാന്മാർ, ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കുറേ മഹാന്മാർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിയ വിഭാഗമാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ആ ടീമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഇസ്നാശിരികളുടെ 12 ഇമാമുകളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഇടക്കിടക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന കുറേ ടീമുകളുണ്ട്. അഞ്ചാമത്തെ ഇമാമിൻ്റെ അവിടെ വെച്ച് ഇറങ്ങിപ്പോകുന്ന അവരാണ് പിന്നീട് വേറൊരു ഗ്രൂപ്പായി മാറുന്നത്. 7ാമത്തെ ഇമാമിൻ്റെ അടുത്ത് വെച്ച് ഇറങ്ങിപ്പോകുന്ന അവർ വേറൊരു ഗ്രൂപ്പായി മാറുന്നു. ഇങ്ങനെ കുറേ ഗ്രൂപ്പുകൾ കൊണ്ട് സമൃദ്ധമാണ് ഷിയ വിശ്വാസം ഇന്ന് നിലകൊള്ളുന്നത്. രണ്ടാമത്തേത് ഇസ്മായിലിയ ടീം എന്നാണ് പറയുന്നത്. അവർ ഇമാം ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം അവർ ഇമാമത്ത് അദ്ദേഹത്തിൻ്റെ മകനാവുന്ന ഇസ്മായിൽ ഇബ്നു ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്നു. അതോടുകൂടെ ഇമാമത്ത് തീർന്നു എന്ന് പറയുന്ന ടീമാണ് ഇവർ. അവരുടെ പേരാണ് ഇസ്മായിലിയാക്കൾ. അതേപ്രകാരം സെയ്ദിയാക്കൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവർ അഹ്ലുസുന്നയുമായി അത്യാവശ്യമൊക്കെ അടുപ്പുള്ളൊരു ടീമാണ്. വലിയ കുഫറിൻ്റെ ആ വാദങ്ങളൊന്നും പൊതുവേ ഇല്ലാത്തവരാണ് ഈ സെയ്ദിയാക്കൾ. അവർ പല വിഷയങ്ങളിലും നമ്മളോട് എതിരാണ്, പല വിഷയത്തിലും ദീനിനോട് വിരുദ്ധരാണെങ്കിലും പൊതുവേ നോക്കുകയാണെങ്കിൽ മറ്റുള്ള വിഭാഗത്തെക്കാളും ഇവർ അഹ്ലുസുന്നയോട് അടുപ്പം കാണിക്കുന്ന ആളുകളാണ്. അവർ സെയ്ദിയാക്കളാണ്. അവർ പക്ഷേ ന്യൂനപക്ഷമാണ് ഷിയാക്കളുടെ ഇടയിൽ. ഇന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട 3 വിഭാഗം ഇവരാണ്. പിന്നെ കറാമത്തിയ എന്ന് പറയുന്നൊരു ടീമുണ്ട്, കറാമത്ത് ആ ഒരു ടീമുണ്ട്. പിന്നെ വേറെ കുറേ ടീമുകളൊക്കെ ഉണ്ട്, കൈസാനിയ, അങ്ങനെ കുറേ ടീമുകളുണ്ട്. അവരൊക്കെ വളരെ ന്യൂനപക്ഷമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും പിന്നെ ചില അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ന്യൂനപക്ഷ ടീമുകളാണ്. ഈ ഷിയ വിഭാഗങ്ങളൊക്കെ പൊതുവേ ഈ ഖിലാഫത്തിൻ്റെ വിഷയത്തിൽ അഹ്ലുസുന്നയോട് വിരുദ്ധരാണ്. പിന്നെ അവർക്കൊക്കെ പ്രത്യേകമായുള്ള ഓരോ ആദർശങ്ങളുണ്ട്. ഈ 12 ഇമാമുമാരിൽ ഒരു മഹദി മുൻതദർ, ഒരു പ്രതീക്ഷിച്ച് എപ്പോഴോ വരാനിരിക്കുന്ന ഒരു മഹദി അവരെല്ലാവരും ഒട്ടുമിക്ക ഷിയാക്കളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹദി വന്നു എന്നും അദ്ദേഹമാണ് ആയത്തുള്ള ഖുമൈനി എന്ന് പറയുന്ന ഒരു ടീം അവരിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള വിവിധങ്ങളായ കുറേ വകഭേദങ്ങളുടെ മൊത്തം പേരാണ് ഷിയിസം. അവർ സൂഫിയാക്കളായി അഭിനയിക്കാറുണ്ട്, അവർ ആത്മീയവാദികളായിട്ട് പ്രചരിപ്പിക്കാറുണ്ട്. എല്ലാം പക്ഷേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായ രീതിയിലാണ്. ഇന്ന് ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ ഇസ്ലാമിക ഭരണങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഈ സ്വാധീനമൊക്കെ വെച്ചവർ അവരുടെ ദുർബലമായ വിശ്വാസം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ത്വരീഖത്തും സൂഫിസും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തി. നമ്മുടെ കേരളത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടോട്ടിക്കൈക്കാർ വഴിയാണ് ഒരു വ്യവസ്ഥാപിത രീതിയിൽ ഷിയസം കടന്നു വരുന്നത്. അന്നത്തെ ചില കവികളൊക്കെ ഷിയസം എന്തെന്നറിയാത്ത ആദ്യഘട്ടങ്ങളിൽ അവരെക്കുറിച്ച് വലിയ മാലകളൊക്കെ ഉണ്ടാക്കി പാടി. അതുവരെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൊടുത്ത ഇൽമുകൾ, അവർ കൊടുത്ത പോരിഷകളും കറാമത്തുകളും വെച്ച് മാല ഉണ്ടാക്കിയതായിരുന്നു. ഇവർക്കറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. പിൽക്കാലത്ത് അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നതും ആ രീതിയിൽ നിന്ന് അവർ മാറുന്നതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അലിയാർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രസിദ്ധമായ കാവ്യം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അക്ബർ സദക്ക എന്ന പക്ഷിപ്പാട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് 2 ഇണക്കിളികൾ പാറി വരുന്നു. ഇവള് രാവിലെ ഒരു മുട്ട ഇട്ടിട്ടുണ്ട്, വൈകിട്ട് വേറൊന്നും ഇട്ടു. ഇത് ആരുടേതാണെന്ന് തീരുമാനിച്ചു തരണം എന്നൊക്കെ പറയുന്ന കഥയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. പണ്ട് ഈ കസറ്റുകളുടെ കാലത്ത്, ഈ കത്തുപാട്ടുകളൊക്കെ വ്യാപകമായിരുന്ന കാലത്ത് ഈ കുറേ സ്ത്രീകളുണ്ടായിരുന്നു പാട്ടൊക്കെ പാടി കഥാപ്രസംഗം നടത്തുന്ന കുറേ ബീഗങ്ങൾ. അങ്ങനെയാണ് അവരുടെ പേര്. ഇങ്ങനെ സാജിദ ബീഗം, ഇങ്ങനെ കുറേ ബീഗം ഉണ്ടാവും. അവരൊക്കെ പക്ഷിപ്പാട്ട് പല രീതിയിൽ പാടി അവതരിപ്പിച്ചതൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഅ്മിനീങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വലിയ ബോക്സ് അല്ലെ ആ പെട്ടി ടൈപ്പ് റെക്കോർഡ് കൊണ്ടുവന്ന് പാട്ട് കേട്ടിരുന്ന കാലത്ത് വലിയ 4-5 സെല്ലൊക്കെ നിറച്ചിട്ട് അങ്ങാടി കൂടി പാട്ടൊക്കെ അങ്ങനെ പാടിച്ചു പോയിരുന്ന കാലത്ത് വയല് നടക്കുന്ന സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യാൻ വരികയും ഈ ഇടക്കാലത്ത് ഈ വയലിൻ്റെ ഉസ്താദൊക്കെ ഒന്ന് വിശ്രമിക്കാനും ചായ അടിക്കാനും നിൽക്കുമ്പോൾ അതുവരെ പിടിച്ചത് കയറി ഉറക്ക വെച്ചിട്ട് എല്ലാവരുടെയും ഇടയിൽ ഹീറോ ആയിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാലം തന്നെയാണത്. ഈ കത്തുപാട്ടുകളൊക്കെ വളരെ പ്രസിദ്ധമായി അത് വെച്ച് കരഞ്ഞിരുന്നിരുന്ന കുറേ പെണ്ണുങ്ങളൊക്കെ ഉള്ള കാലത്ത് ഈ കുറേ ബീഹങ്ങളുടെ ഇത്തരം പാട്ടുകളും വളരെ പ്രസിദ്ധമായിരുന്നു. അങ്ങനെ അക്ബർ സദക്ക എന്ന പക്ഷിപ്പാട്ട്, അങ്ങനെ ഒരു വലിയ രാജാവുണ്ട്, ഒരു രാക്ഷസനുണ്ട്, ഒരു വലിയ ജിന്നുണ്ട്, ഇഫ്രീത്തുണ്ട്. ആ ഇഫ്രീത്തിൻ്റെ കോട്ടയിൽ തന്നാലെ കത്തണ ചൂട്ടുണ്ട്, തന്നാലെ കുത്തണ കുന്തണ്ട്. ഇതൊക്കെ ഭേദിച്ച് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പോയിട്ട് അടിച്ചു നിരത്തുന്ന ഒരു കഥയാണ് അതിൻ്റെ പ്രമേയം.
ഇത് വ്യാപകമായി വരുന്ന സമയത്ത് തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇടപെട്ടിട്ടുണ്ട്. അന്നത്തെ പ്രസിദ്ധമായൊരു പരസ്യം ചിലരുടെയൊക്കെ മനസ്സിലുണ്ടാവും. അക്ബർ സദക്ക എന്ന ഫഷിഫാട്ട് ഫാടാനോ ഫാടി പറയാനോ പാടില്ലെന്ന് പാണക്കാട് ഫൂക്കോയ തങ്ങൾ ഒഫ്. കാരണം അന്ന് അറബി മലയാളത്തിൽ പാ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇല്ലായിരുന്നു. പാക്ക് പകരവും ഫായാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ അക്ബർ സദക്ക എന്ന ഫഷിഫാട്ട് എന്നപ്പോ വരുള്ളൂ. വായിക്കേണ്ടത് പക്ഷിപ്പാട്ട് എന്നാണ്. അത് പാടാനും പാടി പറയാനും പാടില്ലെന്ന് പാണക്കാട് ഫൂക്കോയ തങ്ങൾ ഒപ്പ് എന്നൊക്കെ പറയുന്ന പരസ്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നു കാര്യം? ഷിയായിസം സാഹിത്യങ്ങളിലൂടെ കുത്തിവെക്കാനുള്ള ഒരു ശ്രമം നടന്നപ്പോൾ പോലും ജാഗരൂകരായി പണ്ഡിതന്മാർ. അലിയാർ തങ്ങൾക്ക് പോരിശല്ലാത്തത് കൊണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഹാനുഭാവന്റെ ചില വൈഭവങ്ങൾ, അതൊന്നുമല്ല. എത്രയോ ഇനിയും പറയണ്ട നമുക്ക്. ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെട്ടത് തന്നെ. അതിനപ്പുറത്തേക്ക് ഒരു അമാനുഷ പരുവത്തിലേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വളർത്തിക്കൊണ്ടുവരിക, അതാണല്ലോ ഇപ്പൊ ഇന്ന് അഹ്ലുസുന്നയും അവാന്തര വിഭാഗങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കവും. ഏതൊക്കെ രീതിയിൽ പറയണം എന്നുള്ളടത്തൊരു തർക്കമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കേണ്ടത്? പടച്ച റബ്ബേ, പലതും പറഞ്ഞുണ്ടാക്കിയിട്ട് ലോകം തന്നെ നിയന്ത്രിക്കാനൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് ജീവിച്ച ചില ആളുകളെ ചുമതലപ്പെടുത്തുക, അത് പാടില്ലെന്ന് ദീനിന്റെ നിയമങ്ങൾ ഉദ്ധരിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാരെ ബത്സിച്ചുകൊണ്ടിരിക്കുക, തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചരിത്രത്തിൽ എല്ലാ ഘട്ടത്തിലും ഉണ്ടായതാണ്. എല്ലാ കാലത്തും ഇതൊക്കെ സംഭവിച്ചതുമാണ്. അപ്പോ ഷിയായിസം പല രീതിയിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അഹ്ലുസുന്നയുടെ ഒരു ധാരയുണ്ട്, അതിൽ നിന്ന് മാറാതിരിക്കുക. അതാണ് നേരത്തെ മുതൽ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റസൂലിൽ നിന്ന് സഹാബാ കിറാം ഏറ്റെടുത്തു, അവരിൽ നിന്ന് താബീങ്ങൾ ഏറ്റെടുത്തു. താബീങ്ങളായിട്ടുള്ള മദ്ഹബിന്റെ ഇമാമുമാരടക്കമുള്ളവർ പിന്നീട് അത് ഏറ്റെടുത്തു. ആ വിജ്ഞാനത്തിന്റെ തിരി ചെരാത് കെടാതെ സമൂഹത്തിൽ ഒരുവിധ കൂട്ടിച്ചേർപ്പും വെട്ടിത്തിരുത്തലും ഇല്ലാതെ നിഷേധിക്കാൻ പറ്റാത്ത വിധം ഒരു മഹാസംഘം പണ്ഡിതന്മാർ ഇതുവരെയും അത് കൈമാറി വന്നു. ഇവർക്ക് ആർക്കും തന്നെ ദീനവിരുദ്ധമായ എന്തെങ്കിലുമൊക്കെ ഇതിൽ ചേർത്തിട്ട് ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് വിശ്വാസമുള്ളവരല്ലായിരുന്നു. വളരെ മനോഹരമായി പരിശുദ്ധ ദീനിനെ അവർ കൈമാറി തന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് പൊതുസമൂഹം ഒരു തെറ്റിൽ ഏകോപിക്കില്ല. വ്യക്തികളിൽ നിന്ന് തെറ്റ് സംഭവിച്ചേക്കും, പക്ഷെ ഒരു മഹാപ്രസ്ഥാനം ഒന്നിച്ച് തെറ്റിലേക്ക് വഴിപ്പെടൂല, അതിൽ പങ്കെടുക്കൂല. അങ്ങനെയാണ് ദീൻ ഇതുവരെയും നമുക്ക് കൈമാറി വന്നത്. അതിലൂടെ മുന്നോട്ട് പോകും. ഏത് ത്വരീഖത്ത്വാദി വന്നാലും അയാളെ പരിശോധിക്കാൻ സാധാരണക്കാരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം അവരും ശരീഅത്തും തമ്മിലുള്ള ബന്ധം വളക്കുക എന്നുള്ളതാണ്. നിസ്കാരം വേണ്ടെന്ന് പറയുന്ന ത്വരീഖത്തുകാർ ധാരാളം നമ്മുടെ കേരളത്തിലുണ്ട്. നിസ്കാരം വേണ്ട, അവരുടെ മഹാഗുരുവിന് ഉറപ്പ് കിട്ടിയല്ലോ നിസ്കരിക്കേണ്ട, ഇബാദത്ത് ചെയ്യണ്ട എന്ന്. അജ്മീറിലേക്ക് സിയാറത്ത് കൊണ്ടുപോയിട്ട് 30 ദിവസം നിസ്കരിപ്പിക്കാതെ അവരെയൊക്കെ അങ്ങോട്ട് ദീനിന്റെ വിരുദ്ധരാക്കി കൊണ്ടുവരുന്ന ഷെയ്ഖുമാർ പോലും ഉണ്ട്. സാധാരണക്കാർ ചോദിക്കാൻ നമുക്ക് നിസ്കരിക്കണ്ട. അപ്പൊ ഈ ഷെയ്ഖിന്റെ അടുത്തൊരു മുരീദ് പറയാണ്, എനിക്കിപ്പോ പേടി ഖബറിലെത്തുമ്പോ മലക്കുകൾ ചോദിക്കുന്നുള്ളതല്ലേ, അവലുമായി ആദ്യമായി ചോദിക്കാൻ നിസ്കാരത്തെ കുറിച്ചാണെന്നല്ലേ. മലക്കുകൾ അത് ചോദിക്കുമ്പോൾ നമ്മളെ ഷെയ്ഖിനോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്നാണ്. മലക്കുകളെ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ ഷെയ്ഖിനോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ ഷെയ്ഖ് അതവിടെ കൈകാര്യം ചെയ്തോളൂ, മലക്കുകൾ പോ, ഇത് നമ്മളാളാന്ന് പറഞ്ഞോളൂ എന്നാണ്. ജാതി അബദ്ധങ്ങൾ വിശ്വസിപ്പിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ നിസ്കാരത്തെ ബാത്തുലാക്കുന്ന ഇബാദത്തുകളെ നശിപ്പിക്കുന്ന കുറേ ത്വരീഖത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നാവണം തോന്നിയിട്ട് സമൂല നാശം തെരഞ്ഞെടുക്കുകയാണ് കുറേ പാവപ്പെട്ടവന്മാര്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ത്വരീഖത്തുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി തന്ന ഒരു ത്വരീഖത്ത്. അതിൽ അടിയുറച്ചു നിൽക്കുക, ശരീഅത്തിന്റെ വിഷയത്തിൽ പൂർണ്ണമായും അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൽ തീവ്രതയും കൂടുതൽ തഖ്വയുണ്ടാക്കുന്ന രീതിയാണ് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ. അല്ല ശരീഅത്തിന്റെ മുനയുമായി ഇങ്ങോട്ട് വരണ്ടെന്ന് പ്രസംഗിക്കലല്ല. ശരീഅത്തിന്റെ മുനയുമായി മാനദണ്ഡവുമായി പരിശോധിച്ചിരിക്കും, അതാണ് ദീനിന്റെ നിയമം. ശരീഅത്ത് ഒഴിവാക്കിയിട്ട് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതല്ല ത്വരീഖത്ത്. നിസ്കാരത്തെ പൂർണ്ണമായ ഖുശൂഇലൂടെ നടത്താനുള്ള ശ്രമത്തിന്റെ പേരാണ് ത്വരീഖത്ത്. ഏറ്റവും സൂക്ഷ്മമായതിനെ സ്വീകരിക്കലാണ് ത്വരീഖത്ത്. അപ്പോ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ വൃത്തികേട് എഴുതി വെച്ചുകൊണ്ടിരിക്കുക ചില തലയെക്കെട്ടുകാരും താടിക്കാരും. അസ്സഹാബത്തു കുല്ലുഹും മഅ്ദൂൽ. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാത്രം നമുക്കൊരു ക്ലാസ്, ഇവരുടെയൊക്കെ ഈ സംഗതി ഇങ്ങനെ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നടത്തണം ഇൻഷാ അല്ലാഹ്. മുആവിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഹയിന്റെ എഴുത്തുകാരനാക്കിയ ആളാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരാൾ ഹസൻ ബസ്രി തങ്ങളോട് ചോദിച്ചത് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വേദിയിൽ.
പിൽക്കാലത്ത് വലിയ വിപ്ലവം നടത്തുകയും പ്രവാചകത്വത്തിന്റെ രീതിയിലേക്ക് ഖിലാഫത്തിനെ കൊണ്ടുപോവുകയും ചെയ്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെക്കുറിച്ച് അദ്ദേഹമാണോ അതോ മുആവിയ റളിയല്ലാഹു അൻഹു ആണോ കൂടുതൽ ശ്രേഷ്ഠം ചോദിക്കുമ്പോൾ മഹാനുഭാവം നൽകുന്ന മറുപടി എന്താ? റസൂലിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മുആവിയയുടെ കുതിരയുടെ മൂക്കിലേക്ക് കയറിയ മണൽത്തരികളുടെ മൂല്യം പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനില്ല എന്നാണ്. ഇതാണ് ദീൻ. മുആവിയ മതക്കാര്, മുആവിയ എന്ന എനിക്കത് പറയാൻ വയ്യ. ഇൻഷാ അല്ലാഹ് ത്വരീഖത്തിന്റെ മാർഗത്തിലൂടെയാണെങ്കിലും വേറെ ഏത് ബിദ്അത്തിന്റെ രീതിയിലാണെങ്കിലും തീവ്രവാദത്തിന്റെ രീതിയിലാണെങ്കിലും, പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധാനന്തരം ഒരു ഹീറോ പരിവേഷം നൽകി ഷിയായിസം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഉത്തര കൊറിയ ഇസ്രായേലിനെ ആക്രമിച്ചാലും നമുക്ക് സന്തോഷം ഉണ്ടാവും. കാരണം പാവപ്പെട്ട ഫലസ്തീനികളെ, കുഞ്ഞു മക്കളെ 100,000-ഓളം കൊന്നൊടുക്കിയ ഭീകരന്മാരാണവർ, രാക്ഷസ രാജ്യമാണവർ. അവർക്കെതിരെ ഉത്തര കൊറിയ ആക്രമണം നടത്തി അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചാലും നമുക്ക് സന്തോഷം ഉണ്ടാവും. നമുക്ക് മാത്രമല്ല, ജനാധിപത്യത്തെയും മാനവികതയും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതിൽ സന്തോഷം ഉണ്ടാവും. അത് കരുതിയിട്ട് ഉത്തര കൊറിയ വിശ്വസിക്കുന്ന നിരീശ്വരത്വ പ്രസ്ഥാനം അല്ലെങ്കിൽ ആദർശം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. ഇറാൻ അവിടെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ മുമ്പേ യുദ്ധവും ഇറാഖുമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ കുറെ ആയുധങ്ങൾ സൂക്ഷിച്ചെന്നും അത് ഇസ്രായേലിൽ കനത്ത നാശം വരുത്തി എന്നുള്ളതും വളരെയേറെ സത്യമാണ്. വലിയ തർക്കമല്ലേ? ഇസ്രായേലർ ഫ്രാൻസിന്റെ സഹായത്തോടുകൂടെ കോടാനക്കോടി ഡോളറുകൾ ചെലവഴിച്ച് നിർമ്മിച്ച സയൻസ് ഗവേഷണശാലയൊക്കെ തകർത്ത് തരിപ്പണാക്കി. അവരുടെ 19 വർഷത്തെ അധ്വാനം മൊത്തം വെള്ളത്തിലായി. അതൊക്കെ ശരിയാണ്, യാഥാർത്ഥ്യമാണ്. മുസ്ലിം എന്നല്ല, ജനാധിപത്യത്തെയും മാനവികതയും സ്നേഹിക്കുന്നവർക്കൊക്കെ അത് സന്തോഷമാണ് എന്ന് കരുതി അതിന്റെ ചുളിവിലൂടെ ഇറാനിന്റെ ഇസ്നാശരിയാക്കളുടെ ഈ ആദർശം, ദീനീവിരുദ്ധമായ ആദർശം പതിയെ 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 കുത്തിവെക്കാൻ ആര് ശ്രമിച്ചാലും നമ്മൾ ജാഗരൂകരാവണം. അത് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ നമ്മുടെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടത്. ഇറാൻ എന്നുള്ള രീതിയിലേക്ക് ഒരു അഭിനിവേശം കാണിക്കുക. സത്യത്തിൽ അത് ഒരു സന്തോഷം നൽകുമ്പോൾ അതിന്റെ ചുളിവിലൂടെ എന്ത് ചെയ്യുക? ഇറാനിയൻ ദർശനങ്ങളാകുന്ന ഈ ഷിയായിസം കുത്തിവെക്കാൻ ശ്രമിക്കുക. നമ്മൾ വളരെയേറെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ ശ്രമങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മളോട് ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.